ഇന്ത്യയുടെ ചരിത്രം ഒരു കഥയുടെ രൂപത്തിൽ അവതരിപ്പിക്കുന്ന ഈ വീഡിയോ സീരീസിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ആദ്യ എപ്പിസോഡുകൾ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുക്കുന്നുണ്ട്, പരിശോധിക്കാം. 1658 മുഗൾ സാമ്രാജ്യത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തീവ്രമായിട്ടുള്ള ഒരു പോരാട്ടം നടക്കുകയാണ്. സിംഹാസനത്തിനു വേണ്ടിയുള്ള പോരാട്ടം. ഷാജഹാൻ ആ കാലഘട്ടത്തിൽ ചക്രവർത്തിയാണ്. പക്ഷേ മുഗൾ സാമ്രാജ്യത്തിൽ ഒരു റൂമർ പരന്നു. ഷാജഹാൻ ചക്രവർത്തി മരിച്ചു എന്നാണ് ആ വാർത്ത. പക്ഷേ അതൊരു തെറ്റായ വാർത്തയായിരുന്നു. അദ്ദേഹത്തിന് ശാരീരിക പ്രശ്നങ്ങളുണ്ട്, യൂറിനറി ഇൻഫെക്ഷനാണ്, കിടപ്പിലായിപ്പോയി. പക്ഷേ മുഗൾ സാമ്രാജ്യം മുഴുവനും വ്യാപിച്ചത് അദ്ദേഹം മരിച്ചു എന്ന വാർത്തയാണ്. മുഗൾ സാമ്രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിലായിട്ട് അവിടുത്തെ പ്രവിശ്യ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മക്കൾ. ഷാജഹാൻ്റെ മൂത്ത മകനായ ദാരാ ഷിക്കോവ് ഷാജഹാനോടൊപ്പം തന്നെ ആഗ്രയിലെ കൊട്ടാരത്തിലുണ്ട്. ഭരണകാര്യങ്ങളിലൊക്കെ പിതാവിനെ അദ്ദേഹം സഹായിക്കുന്നുമുണ്ട്. മാത്രമല്ല അടുത്ത കിരീടാവകാശി ദാരാ ഷിക്കോവാണ്. ഷാജഹാൻ്റെ മറ്റ് മക്കളായ സുജാതും മുറാദും അടുത്ത ചക്രവർത്തിയായിട്ട് സ്വയം പ്രഖ്യാപിച്ചു. മറ്റൊരു പുത്രനാണ് ഔറംഗസേബ്. പക്ഷേ ഔറംഗസേബ് കുറച്ചുകൂടെ ബ്രില്യൻ്റ് ആയിരുന്നു. അതുകൊണ്ട് അദ്ദേഹം പ്രഖ്യാപനമൊന്നും നടത്തിയില്ല, മറിച്ച് മുറാദിന് ഒരു സന്ദേശം അയച്ചു. എനിക്ക് രാജ്യഭരണത്തോടൊന്നും ഒട്ടും താല്പര്യമില്ല. എൻ്റെ ശ്രദ്ധ മുഴുവനും മതകാര്യങ്ങളിലാണ്. അതുകൊണ്ട് എനിക്ക് അടുത്ത ചക്രവർത്തിയാകാനൊന്നും പറ്റില്ല. നീ അടുത്ത ചക്രവർത്തിയാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നിനക്ക് വേണ്ടി ഞാൻ പോരാടും. നമ്മളുടെ രണ്ടുപേരുടെയും സൈന്യം ഒന്നിക്കുകയാണെങ്കിൽ വളരെ അനായാസമായിട്ട് നമുക്ക് ഭരണം പിടിച്ചടക്കാനായിട്ട് സാധിക്കും. അങ്ങനെയാണ് മുറാദും ഔറംഗസേബും ഒന്നിച്ച് ഡൽഹിയെ അല്ലെങ്കിൽ ആഗ്രയെ ആക്രമിക്കുന്നത്. ആ യുദ്ധത്തിൽ ഷാജഹാന് വേണ്ടി പോരാടുന്നത് ദാരാ ഷിക്കോവാണ്. ദാരാ ഷിക്കോവിൻ്റെ സൈന്യവുമാണ്. ആ യുദ്ധത്തിൽ ദാരാ ഷിക്കോവ് പരാജയപ്പെട്ടു. പക്ഷേ ദാരാ ഷിക്കോവിനെ അപ്പോൾ ഔറംഗസേബിന് കൊല്ലാൻ കഴിഞ്ഞില്ല. ദാരാ ഷിക്കോവ് അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. പക്ഷേ പിന്നീടാണ് ഔറംഗസേബ് അദ്ദേഹത്തിൻ്റെ തനി സ്വഭാവം വെളിയിൽ കാണിച്ചത്. ഒപ്പം നിന്ന് യുദ്ധത്തിൽ പങ്കെടുത്ത മുറാദിനെ അദ്ദേഹം കൊന്നുകളഞ്ഞു, സുജാദിനെയും കൊന്നുകളഞ്ഞു. ഇനി ആകെയുള്ള തടസ്സം ഷാജഹാൻ എന്ന അദ്ദേഹത്തിൻ്റെ പിതാവാണ്. ഷാജഹാനെ ആഗ്രയിലെ കോട്ടയിൽ എന്നേക്കുമായിട്ട് ഒരു തടവ് പുള്ളിയെപ്പോലെ പാർപ്പിച്ചു. ഔറംഗസേബ് 1628 അടുത്ത കിരീടാവകാശിയായിട്ട് മാറി. തൊട്ടടുത്ത വർഷം 1629 കുറേ കൂടെ ഗംഭീരമായ ഒരു ചടങ്ങിലൂടെ അദ്ദേഹം വീണ്ടും അവരോധിതനായി. അതേ വർഷം തന്നെ ഒളിവിലായിരുന്ന ദാരാ ഷിക്കോവിനെ ഔറംഗസേബിൻ്റെ സൈന്യം കണ്ടെത്തി കൊട്ടാരത്തിൽ കൊണ്ടുവന്നു. അവിടെ പിന്നീട് ഒരു വിചാരണയാണ് നടന്നത്. ദാരാ ഷിക്കോവിൻ്റെ മേൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്ന കുറ്റം മതനിന്ദയാണ്. പക്ഷേ നമുക്ക് ഈ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് ഒരു രീതിയിലുള്ള മതനിന്ദയും ദാരാ ഷിക്കോവിൽ കാണാൻ സാധിക്കുന്നില്ലെന്ന് മാത്രമല്ല, അദ്ദേഹം മതസൗഹാർദ്ദത്തിൻ്റെ ആളായിരുന്നു. ഹിന്ദു മതത്തെയും അതുപോലെ ഇസ്ലാം മതത്തെയും അദ്ദേഹം ഒരുപോലെ തന്നെ കണ്ടു. എല്ലാം ഒന്നാണ്, എല്ലാവരും ആരാധിക്കുന്നത് ഒരേ ഒരു ദൈവത്തെ തന്നെയാണെന്നാണ് ദാരാ ഷിക്കോവ് ആ കാലഘട്ടത്തിൽ വിശ്വസിച്ചിരുന്നത്. ദാരാ ഷിക്കോവിൻ്റെ പൂർവികനായിരുന്ന അക്ബറിൻ്റെ ആശയങ്ങളോട് വളരെയധികം സാമ്യമുണ്ടായിരുന്നു ദാരാ ഷിക്കോവിന്. അങ്ങനെയുള്ള ദാരാ ഷിക്കോവിനെയാണ് മതനിന്ദ കുറ്റം ചാർത്തി ശിക്ഷിക്കുന്നത്. തലയറുത്ത് മാറ്റാനായിരുന്നു ഔറംഗസേബിൻ്റെ ഉത്തരവ്. ഔറംഗസേബ് അധികാരത്തിലേറിയപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ പേരങ്ങ് മാറ്റി. പകരം ആലംഗീർ എന്ന പേര് സ്വീകരിച്ചു. ഈ ലോകത്തെ തന്നെ കീഴടക്കിയവനെന്ന് അർത്ഥം. ഔറംഗസേബിന് അദ്ദേഹത്തിൻ്റെ പൂർവികരായിട്ടുള്ള ഭരണാധികാരികളോട്, അതായത് അച്ഛനോടും മുതുമുത്തശ്ശന്മാരോടും ഒന്നും ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. അവരൊക്കെ ഇസ്ലാം വിരുദ്ധരായിരുന്നുവെന്നാണ് ഔറംഗസേബ് പറഞ്ഞിരുന്നത്. ഇസ്ലാമിൻ്റെ നിയമങ്ങളൊന്നും അവർ പരിപാലിക്കുന്നില്ല. അതുകൊണ്ട് രാജ്യത്ത് ഒരു ശുദ്ധി കലശം അത്യാവശ്യമാണ്. ഔറംഗസേബ് ഒരു ചക്രവർത്തിയുടെ പരിവേഷത്തിലോടുകൂടിയൊന്നുമല്ല ജീവിച്ചിരുന്നത്. അദ്ദേഹത്തിന് സിൽക്ക് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള തുണികളോടും മറ്റ് ആഭരണങ്ങളോടും ഒട്ടും താല്പര്യമില്ല. സാധാരണഗതിയിലുള്ള വസ്ത്രങ്ങൾ മാത്രം ധരിച്ചാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ വാദമനുസരിച്ച് ഒരു ചക്രവർത്തി ഒരിക്കലും ഖജനാവിലെ പണം ദൂർത്തടിക്കാൻ പാടില്ല. ചക്രവർത്തിക്ക് വേണ്ടിയല്ല ഖജനാവിൽ പണമുള്ളത്, മറിച്ച് രാജ്യത്തിന് വേണ്ടിയിട്ടാണ്, രാജ്യത്തിന് കൂടുതൽ ശക്തി പകരാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ എല്ലാ തരത്തിലുമുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അതിനെല്ലാം ഉപരിയായി ഇസ്ലാം മതത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ്, അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കേണ്ടത്. ഔറംഗസേബ് മദ്യപിക്കില്ലായിരുന്നു. അദ്ദേഹം
നൃത്തം കാണില്ലായിരുന്നു, പാട്ട് കേൾക്കില്ലായിരുന്നു, പാട്ട് പാടില്ലായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വലിയ ദൈവകോപം വരുത്തി വെക്കുമെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. ഒട്ടും വൈകാതെ തന്നെ അദ്ദേഹത്തിൻ്റെ മിനിസ്റ്റേഴ്സിന് ഒരു ഓർഡർ കൊടുത്തു. എനിക്ക് 500ഓളം മതപണ്ഡിതന്മാരെ വേണം. ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും ലോകത്തിലെ ഏറ്റവും മികച്ച മതപണ്ഡിതന്മാരെ നിങ്ങൾ ഇവിടെ കൊണ്ടുവരണം. പിന്നീടുള്ള ദിവസങ്ങളിലൊക്കെ മിനിസ്റ്റേഴ്സിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം മികച്ച മതപണ്ഡിതന്മാരെ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു. മതപണ്ഡിതന്മാരെല്ലാം ആയതിനു ശേഷം അവരുടെ മുൻപിൽ ഔറംഗസേബ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന കോൺസെപ്റ്റ് പറഞ്ഞു കൊടുത്തു. എനിക്ക് ഒരു വലിയ പുസ്തകം എഴുതി തരണം. ഇസ്ലാമിക നിയമം പരിപാലിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിലുണ്ടായിരിക്കണം. എന്തൊക്കെ ആളുകൾ ചെയ്യാൻ പാടില്ല, എന്തൊക്കെയാണ് കർശനമായിട്ട് ചെയ്യേണ്ടത്, ഈ നിയമത്തിനെതിരെ എന്തെങ്കിലും രീതിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് എന്തൊക്കെ ശിക്ഷകൾ കൊടുക്കണം, ഈ കാര്യങ്ങളൊക്കെ വിസ്തരിച്ച് ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടായിരിക്കണം. നീണ്ട 8 വർഷങ്ങൾ കൊണ്ടാണ് ആ മതപണ്ഡിതർക്ക് പുസ്തക രചന പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. അത് ഒരൊറ്റ വോള്യമായിട്ടല്ല, 30 വ്യത്യസ്തമായിട്ടുള്ള വോള്യൂംസ് ആയിട്ടാണ് ആ പുസ്തകം ഇറങ്ങിയത്. അത് പിന്നീട് മുഗൾ സാമ്രാജ്യത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് മാറി. ആരും ഒരു കാരണവശാലും മദ്യപിക്കാൻ പാടില്ല. മദ്യപിക്കുകയാണെങ്കിൽ ചാട്ടമാറുകൊണ്ട് 80 അടിയാണ് ഏറ്റുവാങ്ങേണ്ടി വരുന്നത്. സംഗീതം ഒരു രീതിയിലും ഈ രാജ്യത്ത് കേൾക്കാൻ പാടില്ല. ഇപ്പോൾ ആരുടെയെങ്കിലും കയ്യിൽ സംഗീതോപകരണങ്ങൾ ഉണ്ടെങ്കിൽ ആഴത്തിൽ ഒരു കുഴി കുത്തി ആ സംഗീതോപകരണം അവിടെ ഇടണം. അതിനുശേഷം ആ കുഴി മൂടണം. ഒരു രീതിയിലും ഇനി അതിൽ നിന്ന് ഒരു സംഗീതവും കേൾക്കാൻ പാടില്ല. ഫത്വ ഇ ആലംഗീർ എന്ന് പേര് കൊടുത്തിരുന്ന ആ പുസ്തകത്തിൽ താടിയുടെ നീളത്തെക്കുറിച്ച് പോലുമുള്ള പരാമർശമുണ്ട്. ആണുങ്ങൾ താടി നീട്ടി വളർത്തിയിരിക്കണം. ആ താടിയുടെ നീളം 4 വിരലുകളുടെ നീളത്തിന് തുല്യമായിരിക്കണം. അതായത് 4 വിരലുകൾ ഇങ്ങനെ ചേർത്ത് വെച്ചാൽ എത്രമാത്രം വീതിയുണ്ടോ അത്രയുമെങ്കിലും താടി ഉണ്ടായിരിക്കണം. ഫത്വ ഇ ആലംഗീറിലെ നിയമങ്ങൾ ആളുകൾ അതേപടി പാലിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ അദ്ദേഹം പ്രത്യേകമായിട്ട് ഒരു ആർമി തന്നെ ഉണ്ടാക്കിയെടുത്തു. മൗസ്താസീബ്സ് എന്നാണ് ആ ആർമിയുടെ പേര്. ഇവർക്ക് ഏത് വീട്ടിലും എപ്പോൾ വേണമെങ്കിലും കടന്നു ചെല്ലാം. ആളുകളുടെ താടി പോലും വിരലുകൾ ഉപയോഗിച്ചിട്ട് അളന്നെടുക്കാം. കൃത്യമായിട്ടുള്ള അളവിലല്ല താടിയെങ്കിൽ അപ്പോൾ തന്നെ ശിക്ഷ നടപ്പിലാക്കും. ഈ നിയമം കൊണ്ട് പോസിറ്റീവായിട്ടുള്ള ചില കാര്യങ്ങളും നടന്നിട്ടുണ്ട്. അതിനു മുമ്പുള്ള കാലഘട്ടങ്ങളിൽ ചന്തയിൽ വലിയ രീതിയിലുള്ള തട്ടിപ്പുകൾ നടക്കും. തെറ്റായിട്ടുള്ള തൂക്കുകട്ടകൾ ഉപയോഗിച്ചിട്ടാണ് സാധനങ്ങൾ വിൽക്കുന്നത്. മൗത്തസീബ്സ് ആർമി ഈ മാർക്കറ്റുകളിലും ചെന്ന് അവരുടെ അളവുകോലുകളൊക്കെ കൃത്യമാണോ എന്ന് പരിശോധിക്കും. കൃത്യമല്ലെങ്കിൽ ചാട്ടവാറുകൊണ്ടുള്ള അടി അവരും അനുഭവിക്കേണ്ടി വരും. ഔറംഗസേബ് മുഗൾ സാമ്രാജ്യത്തിലെ ജനങ്ങളെ 2ആയി ഡിവൈഡ് ചെയ്തു. ഒരു ഭാഗത്ത് മുസ്ലിംസാണ്, മറുഭാഗത്തുള്ളത് ഇന്ന് നമ്മൾ ഹിന്ദുക്കളെന്ന് പറയുന്ന ആളുകൾ. അന്ന് ഹിന്ദു എന്നുള്ള പേരൊന്നുമില്ല, പക്ഷേ ഹിന്ദുമത വിശ്വാസങ്ങളുണ്ട്. ആ വിശ്വാസവുമായി മുന്നോട്ട് പോകുന്ന ആളുകളാണ്. ഹിന്ദുമത വിശ്വാസങ്ങൾ ആചരിക്കുന്ന ആളുകൾ ജസിയ എന്ന പേരിൽ ടാക്സ് അടയ്ക്കണം. അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഈ ടാക്സ് എന്നാണ് പറയുന്നത്. പണമുള്ള ആളും പണമില്ലാത്ത ആളും വ്യത്യസ്തമായിട്ടുള്ള ടാക്സ് സ്ലാബിൻ്റെ അണ്ടറിൽ വരും. നല്ല പണമുള്ള ഒരു ചെറുപ്പക്കാരനാണെങ്കിൽ ആ ചെറുപ്പക്കാരൻ ഒരു വർഷം 48 ദിർഹം അടയ്ക്കണം. പണം അല്പം കുറവുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, ഒരു മിഡിൽ ക്ലാസ് ആണെങ്കിൽ 24 ദിർഹമാണ് പണം അടയ്ക്കേണ്ടത്. വളരെ പാവപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ ഒരു വർഷം 12 ദിർഹം അടയ്ക്കണം. രാജ്യത്ത് നിലവിലുള്ള ഹൈന്ദവ ക്ഷേത്രങ്ങൾക്ക് തുടർന്നു പോകാം, പക്ഷേ പുതിയതായിട്ട് ഒരു ക്ഷേത്രം പോലും പണിയാൻ പാടില്ല. എന്തെങ്കിലും ഒരു അറ്റകുറ്റപ്പണി ഉണ്ടെങ്കിൽ അതും ചെയ്യാൻ പാടില്ല. പൂർണ്ണമായിട്ടും അത് ഇടിഞ്ഞു വീഴാൻ പോവുകയാണെങ്കിൽ പോലും അങ്ങനെ ഇടിഞ്ഞു വീഴാൻ അനുവദിക്കണമെന്നാണ് ഔറംഗസേബിൻ്റെ വാദം. രാജ്യത്തിൻ്റെ ഏത് കോണിലും ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ സാധിക്കണം. അതുകൊണ്ട് തന്നെ ഇരു കൂട്ടർക്കും വ്യത്യസ്തമായിട്ടുള്ള ഡ്രസ് കോഡുകളാണ് കൊടുത്തിരുന്നത്. ആ വസ്ത്രങ്ങൾ ധരിച്ച് മാത്രമേ അവർക്ക് വീടിന് വെളിയിലിറങ്ങാൻ സാധിക്കത്തുള്ളൂ. മോഷ്ടിക്കുന്ന ആളുകൾക്കാണ് ഏറ്റവും മാരകമായിട്ടുള്ള ശിക്ഷ. മോഷ്ടിക്കുന്ന ആളുടെ വലത് കൈ മുറിച്ച് കളയും. ഒരു പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ അവർ വിവാഹം ചെയ്തിട്ടുള്ള വ്യക്തിയുമായിട്ട് മാത്രമേ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ സാധിക്കത്തുള്ളൂ. അല്ലാതെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ കടുത്ത ശിക്ഷയായിരിക്കും അനുഭവിക്കേണ്ടി വരുന്നത്. കല്യാണം കഴിക്കാത്ത ഒരു പുരുഷനോ ഒരു സ്ത്രീയോ ആണ് അത്തരത്തിൽ പിടിക്കപ്പെടുന്നതെങ്കിൽ അവർക്ക് ചാട്ടവാറുകൊണ്ടുള്ള 100 അടി കിട്ടും. ഇനി കല്യാണം കഴിച്ചുള്ളൊരു വ്യക്തിയാണ് മറ്റൊരു പുരുഷനായിട്ട് അല്ലെങ്കിൽ സ്ത്രീയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതെങ്കിൽ അവരെ മരണം വരെയും കല്ലെറിഞ്ഞ് കൊല്ലാനാണ് വിധിക്കുക. പക്ഷേ ഇത് തെളിയിക്കാൻ വളരെയധികം പ്രയാസമാണ്. കാരണം ഇത് ഒരു വ്യക്തി കണ്ടാൽ മാത്രം പോരാ.
4 വ്യക്തികൾ കൃത്യമായിട്ട് അവർ രണ്ടുപേരും തമ്മിലുള്ള ലൈംഗിക ബന്ധം കണ്ടിട്ടുണ്ടായിരിക്കണം. അങ്ങനെ ദൃക്സാക്ഷി വിവരണം കിട്ടിയാൽ മാത്രമാണ് ശിക്ഷ നടപ്പിലാക്കാൻ സാധിക്കുക. ഇത് വളരെ റെയറായിട്ട് മാത്രം നടപ്പിലാക്കിയിരുന്ന ഒരു ശിക്ഷയാണെങ്കിൽ പോലും ആളുകൾക്ക് ഇത്തരത്തിലുള്ള ബന്ധങ്ങളിലേക്ക് പോകാൻ വളരെ ഭയമായിരുന്നു. ശിക്ഷാവിധികൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും പണത്തിൻ്റെയും മതത്തിൻ്റെയും അടിസ്ഥാനത്തിൽ കിട്ടുന്ന ശിക്ഷയിൽ നല്ല വ്യത്യാസമുണ്ട്. ഉദാഹരണത്തിന്, പണമൊന്നുമില്ലാത്ത പാവപ്പെട്ട ഒരു വ്യക്തിയാണ് തെറ്റ് ചെയ്യുന്നതെങ്കിൽ അയാൾക്ക് കിട്ടുന്നത് ഒന്നെങ്കിൽ ജയിൽ ശിക്ഷയോ അല്ലെങ്കിൽ ചാട്ടവാറ് കൊണ്ടുള്ള അടിയോ ആയിരിക്കും. അതേസമയം അതേ തെറ്റ് തന്നെ ചെയ്തിരിക്കുന്നത് നല്ല പണമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അയാൾക്ക് ജയിൽ ശിക്ഷയും അതുപോലെ ചാട്ടവാറ് കൊണ്ടുള്ള അടിയൊന്നും അനുഭവിക്കേണ്ടി വരില്ല. അയാളെ നാണം കെടുത്തും, അയാളോട് വഴക്കു പറയും, ദേഷ്യപ്പെടും, ഇനി മേലാൽ ആവർത്തിക്കരുതെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിടും. സെയ്ദ് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളുണ്ട്. മുഹമ്മദ് നബിയുടെ പിൻഗാമികളാണെന്നാണ് പറയുന്നത്. സെയ്ദ് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളാണ് തെറ്റ് ചെയ്യുന്നതെങ്കിൽ അവരോട് വളരെ സൗമ്യമായിട്ട് ഉപദേശിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇനി ഇങ്ങനെയൊന്നും ചെയ്യരുതെന്ന് മാത്രം സമാധാനപൂർവ്വം പറഞ്ഞ് അവരെ വിടും. രാജ്യത്തെ അടിമകൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് നിയമമുണ്ട്. അടിമയുടെ യജമാനന് എത്ര അടിമകളെ വേണമെങ്കിലും വിവാഹം ചെയ്യാം. അതിൻ്റെ അർത്ഥം എത്ര അടിമകളായിട്ട് വേണമെങ്കിലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം. അവരെ പെട്ടെന്ന് വിവാഹം ചെയ്താൽ മാത്രം മതി, അവരുടെ സമ്മതമൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അടിമകൾക്ക് കിട്ടുന്ന ശിക്ഷയിലും കുറവുണ്ട്. അടിമകൾക്ക് ഉത്തരവാദിത്വം സാധാരണഗതിയിലുള്ള ഫ്രീമെന്നായിട്ടുള്ള ആളുകളുടെ അത്രയും ഇല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് പകുതി ശിക്ഷ അനുഭവിച്ചാൽ മതി. ഉദാഹരണത്തിന് 100 ചാട്ടവാറ് കൊണ്ടുള്ള അടിയാണെങ്കിൽ അവർക്ക് 50 എണ്ണം മാത്രം അനുഭവിച്ചാൽ മതി. മുഗൾ സാമ്രാജ്യം അവസാനിച്ചിട്ടും ഈ നിയമങ്ങളൊക്കെ നിലവിലുണ്ടായിരുന്നു. കാരണം അതിനുശേഷം വന്ന ബ്രിട്ടീഷുകാർ പുതിയതായിട്ട് നിയമം ഉണ്ടാക്കാനൊന്നും മെനക്കെട്ടില്ല. അവർ ഇത് തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഹിന്ദുക്കളായിട്ടുള്ള ഇന്ത്യക്കാരിൽ ഈ നിയമം അടിച്ചേൽപ്പിക്കുകയായിരുന്നു. നിയമങ്ങൾ കർശനമായപ്പോൾ ശരിക്കും രാജ്യത്തിന് സാമ്പത്തികമായിട്ടുള്ള ഒരു ഉയർച്ച ഉണ്ടായി എന്നുള്ളത് വാസ്തവമാണ്. ലോകത്തിൻ്റെ മൊത്തം GDPയുടെ 25% GDPയും ഔറംഗസേബിൻ്റെ മുഗൾ സാമ്രാജ്യത്തിലാണ് ഉണ്ടായിരുന്നത്. ആ കാലഘട്ടത്തിലെ യൂറോപ്പിലെ സകല രാജ്യങ്ങളുടെയും GDPയേക്കാൾ കൂടുതലായിരുന്നു ഇത്. ഔറംഗസേബിൻ്റെ ഏറ്റവും വലിയ തലവേദന ദക്ഷിണേന്ത്യ അല്ലെങ്കിൽ ഡെക്കാൻ ഇന്ത്യയായിരുന്നു. ഡെക്കാൻ മേഖലയിലെ ആളുകൾ ഇദ്ദേഹത്തിൻ്റെ പ്രദേശങ്ങളൊക്കെ കീഴടക്കാൻ ശ്രമിച്ചു. അക്കൂട്ടത്തിൽ തന്നെ ഏറ്റവും പ്രധാനി ഛത്രപതി ശിവജിയായിരുന്നു. മറാത്ത സാമ്രാജ്യം ആ കാലഘട്ടത്തിൽ ഛത്രപതി ശിവജിയാണ് ഭരിക്കുന്നത്. ശിവജിയും സംഘവും മുഗൾ സാമ്രാജ്യത്തിൻ്റെ കീഴിലുണ്ടായിരുന്ന സൂറത്ത് മേഖലയെ ആക്രമിക്കുക മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന വിലപിടിപ്പുള്ള പല കാര്യങ്ങളും അപഹരിച്ചുകൊണ്ട് മറാത്ത സാമ്രാജ്യത്തിലേക്ക് മടങ്ങി പോവുകയും ചെയ്തു. ഇത് ഔറംഗസേബിനെ ശരിക്കും ചൊടിപ്പിച്ചു. ഔറംഗസേബ് അദ്ദേഹത്തിൻ്റെ വിശ്വസ്ത ജനറലായ ജയ്സിങ്ങിനെ വിളിപ്പിച്ചു. എന്നിട്ട് മറാത്തയെ ആക്രമിക്കാൻ പറഞ്ഞു. ജയ്സിംഗ് അതിശക്തമായിട്ടുള്ളൊരു സേനയുമായിട്ടാണ് മറാത്തയെ ആക്രമിക്കാനായിട്ട് പുറപ്പെടുന്നത്. ആ കാലഘട്ടത്തിലെ മറാത്ത സാമ്രാജ്യത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ള പുരന്ദർ കോട്ടയെ ആക്രമിച്ചു. ആ യുദ്ധത്തിൽ മറാത്തകളുടെ ചക്രവർത്തിയായിട്ടുള്ള ശിവജിക്ക് പിടിച്ചു നിൽക്കാൻ തന്നെ പ്രയാസമായിരുന്നു. കാരണം മുഗൾ സാമ്രാജ്യത്തിൻ്റെ സൈന്യം അത്രയുമേൽ ശക്തമാണ്. ഒടുവിൽ ഒരു നിവൃത്തിയുമില്ലാതെ ശിവജിക്ക് കീഴടങ്ങേണ്ടി വന്നു. ഇതിനെ തുടർന്നാണ് ശിവജിക്ക് പുരന്ദർ ട്രീറ്റിയിൽ ഒപ്പുവെക്കേണ്ടി വന്നത്. അത് മറാത്ത സാമ്രാജ്യത്തിന് കടുത്ത ക്ഷീണമാണ് ഉണ്ടാക്കിയത്. മറാത്ത സാമ്രാജ്യത്തിൻ്റെ കീഴിലുണ്ടായിരുന്ന 23 കോട്ടകളും ആ കോട്ടകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടെറിട്ടറികളും മുഗൾ സാമ്രാജ്യത്തിന് കൊടുക്കേണ്ടി വന്നു. എല്ലാ വർഷവും ഈ പ്രദേശങ്ങളിൽ നിന്ന് ഏകദേശം 4 ലക്ഷം സ്വർണ്ണ നാണയങ്ങളാണ് മറാത്ത സാമ്രാജ്യത്തിന് കിട്ടിക്കൊണ്ടിരുന്നത്. അതിനി ഒരിക്കലും കിട്ടില്ല. അവശേഷിക്കുന്ന 13 കോട്ടകൾ മറാത്ത സാമ്രാജ്യത്തിൻ്റെ കയ്യിൽ വെക്കാം. അതിൽ നിന്ന് എല്ലാ വർഷവും ഏകദേശം 1 ലക്ഷം സ്വർണ്ണ നാണയങ്ങളാണ് അവർക്ക് ശേഖരിക്കാൻ സാധിക്കുന്നത്. പക്ഷേ എക്കാലത്തും ശിവജി ഔറംഗസേബിന് വിധേയനായിരിക്കണം. എപ്പോഴൊക്കെ ഔറംഗസേബ് ഒരു യുദ്ധത്തിന് പോകുന്നോ ആ യുദ്ധത്തിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ശിവജിയുടെ സൈന്യവും ഉണ്ടായിരിക്കണം. ഈ കാലഘട്ടത്തിലാണ് ഔറംഗസേബ് ബിജാപൂരിനെ ആക്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശിവജിക്ക് അദ്ദേഹത്തിൻ്റെ സൈന്യവുമായിട്ട് ഔറംഗസേബിനോടൊപ്പം ചേർന്ന് നിന്ന് ആ യുദ്ധത്തിൽ പങ്കെടുക്കേണ്ടി വന്നു. ഇതേ കാലഘട്ടത്തിൽ തന്നെ ഔറംഗസേബ് ശിവജിയുടെ പുത്രനായ സംഭാജിക്ക് ചില അധികാരങ്ങളൊക്കെ കൊടുത്തു. മൻസബ് സ്ഥാനമാണ് കൊടുക്കുന്നത്. അതോടുകൂടി മുഗൾ സാമ്രാജ്യത്തിലെ ശക്തമായിട്ടുള്ള 5000-ഓളം കുതിരപ്പടകളുടെ നേതൃത്വം സംഭാജിക്ക് കിട്ടി. ഒരിക്കൽ ഔറംഗസേബ് ഛത്രപതി ശിവജിയെ ആഗ്രയിലെ തൻ്റെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു. ഒരു മീറ്റിംഗ് ആയിരുന്നു ഉദ്ദേശലക്ഷ്യം. അത് വളരെ വിശാലമായ വളരെ നീളം കൂടിയ ആഗ്രയിലെ ഒരു കോട്ടായിരുന്നു. രാജസിംഹാസനം ഇരിക്കുന്ന കോട്ട്. ആ കോട്ടിൻ്റെ ഏറ്റവും അറ്റത്തായിട്ട് അല്ലെങ്കിൽ ഏറ്റവും പിറകിലായിട്ടിരിക്കുന്നത് ഏറ്റവും താഴ്ന്ന ഓഫീസേഴ്സ് മാത്രമാണ്.
ആ കൊട്ടാരത്തിലേക്ക് അല്ലെങ്കിൽ ആ കോർട്ട് റൂമിലേക്കാണ് ശിവജി കടന്നു വരുന്നത്. ശിവജിക്ക് അവിടെ ഇരിക്കാനായിട്ട് ഒരു ഇരിപ്പിടവും ഒരുക്കിയിട്ടുണ്ടായിരുന്നില്ല. ശിവജിയോട് ഔറംഗസേബ് കൽപ്പിക്കുന്നത് ഏറ്റവും പിന്നിലായിട്ടിരിക്കുന്ന ഓഫീസേഴ്സിൻ്റെ ഏറ്റവും പുറകിൽ പോയി നിൽക്കാനാണ്. ആ രാജകൊട്ടാരത്തിൽ തന്നെ ഏറ്റവും താഴേക്കിടയിലുള്ള ഓഫീസേഴ്സാണ് ഏറ്റവും പിന്നിലിരിക്കുന്നത്. അവരുടെ പിന്നിൽ ഇരിപ്പിടമൊന്നുമില്ല, അവിടെ പോയി നിൽക്കാൻ പറയുക എന്ന് പറഞ്ഞാൽ അത് ശിവജിയെ അങ്ങേയറ്റം അപഹസിക്കുന്നതിന് തുല്യമായിരുന്നു. ശിവജി അവിടെ പോയി നിന്നതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന സകല വ്യക്തികളും ഔറംഗസേബ് ഉൾപ്പെടെയുള്ള ആളുകൾ ശിവജിയെ കളിയാക്കി പൊട്ടിച്ചിരിച്ചു. ഇത് കണ്ട് ദേഷ്യപ്പെട്ട് ശിവജി അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. പക്ഷേ ശിവജിയെ ഇറങ്ങിപ്പോകാൻ ഔറംഗസേബിൻ്റെ പട്ടാളക്കാർ അനുവദിച്ചിരുന്നില്ല. കാരണം ശിവജി ഇപ്പോൾ സാധാരണ ഒരു ഭരണാധികാരിയല്ല, ഔറംഗസേബിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു പ്രവിശ്യ ഭരിക്കുന്ന ഒരു വ്യക്തി മാത്രമാണ്. ശിവജിയെയും ശിവജിയോടൊപ്പം ഉണ്ടായിരുന്ന ശിവജിയുടെ പുത്രനായ സംഭാജിയെയും കൊട്ടാരത്തിലെ ഒരു അറയിൽ തടവിൽ പാർപ്പിച്ചു. പിന്നീട് കുറേയധികം കാലം അവർ അവിടെ തന്നെ ആയിരുന്നു. ബുദ്ധിമാനായ ശിവജി ഒരു തന്ത്രം പ്രയോഗിച്ചു. അദ്ദേഹത്തിന് കടുത്ത വയറുവേദനയാണെന്ന് പറഞ്ഞ് അവിടെ കിടക്കുകയാണ്. വയറുവേദന മാറുന്നതിൻ്റെ ഭാഗമായി പാവപ്പെട്ട കുട്ടികൾക്ക് ഒരുപാട് മധുരം കൊടുക്കാനായിട്ട് ഒരു നേർച്ച അദ്ദേഹം നേർന്നതായി വെളിയിൽ കാവൽ നിൽക്കുന്ന പട്ടാളക്കാരെ അറിയിച്ചു. അതുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ട് വലിയ 2 കൊട്ടകൾ നിറയെ മധുര പലഹാരങ്ങളും മറ്റ് സ്വീറ്റ്സും ഒക്കെ അറേഞ്ച് ചെയ്ത് ഈ വെളിയിൽ നിൽക്കുന്ന സൈനികർക്ക് കൊടുക്കും. അവരാദ്യം അതൊന്ന് പരിശോധിച്ച് നോക്കും, അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കും. ഉള്ളിൽ നോക്കുമ്പോൾ ഒന്നുമില്ല, സ്വീറ്റ്സ് മാത്രമാണ്. അതുകൊണ്ട് അത് വെളിയിൽ പോയി കുട്ടികൾക്ക് വിതരണം ചെയ്യും. ഇതെല്ലാ ദിവസവും തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലാ ദിവസവും ഈ വളരെ വലിപ്പമേറിയിട്ടുള്ള കൊട്ട പരിശോധിക്കുക എന്നുള്ളത് പ്രയാസമുള്ളൊരു കാര്യമാണ്. ഇത് ശിവജിക്കറിയാം. കുറേ അങ്ങോട്ട് പോകുമ്പോൾ ഇവന്മാർ ഒരിക്കലും ആ കൊട്ട പരിശോധിക്കില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈ 2 പേരും ആ കൊട്ടയുടെ ഉള്ളിൽ കയറിയിരുന്നു. 2 കൊട്ടകളുണ്ട്, 2 കൊട്ടയുടെയും ഉള്ളിൽ കയറിയിരുന്നു. അതിനുശേഷം അതിൻ്റെ മുകളിൽ അവർ മധുര പലഹാരങ്ങൾ നിറച്ചു. സൈനികർ ഇതൊന്നും അറിയാതെ ഈ 2 കൊട്ടയും എടുത്ത് കൊട്ടാരത്തിൻ്റെ വെളിയിൽ കൊണ്ടുപോയി അവിടെ ഉണ്ടായിരുന്ന പാവങ്ങൾക്ക് കൊടുത്തിട്ട് ഇവരങ്ങ് കയറിപ്പോയി. അങ്ങനെ 1666 സംഭാജിയും ശിവജിയും ആ കൊട്ടാരത്തിൽ നിന്നും ഓടി രക്ഷപ്പെട്ടു. ഓരോ വർഷം കഴിയും തോറും ഔറംഗസേബിൻ്റെ പിടിവാശി ഗണ്യമായി വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. 1669 ആയപ്പോൾ അദ്ദേഹം ഒരു ഓർഡർ ഇറക്കി. ഇനി ഇവിടെ ഒരു ഹൈന്ദവ ക്ഷേത്രവും ഉണ്ടാവാൻ പാടില്ല. എല്ലാ ഹൈന്ദവ ക്ഷേത്രവും പൊളിച്ചു കളഞ്ഞ് അവിടെ മുസ്ലിം പള്ളികൾ പണിയുക. അങ്ങനെയാണ് വാരണാസിയിൽ സ്ഥിതി ചെയ്യുന്ന കാശി വിശ്വനാഥ ക്ഷേത്രവും മധുരയിൽ സ്ഥിതി ചെയ്യുന്ന കേശവദേവ ക്ഷേത്രവും പൂർണ്ണമായി നശിപ്പിച്ചു കളഞ്ഞ് അവിടെയൊക്കെ മുസ്ലിം പള്ളികൾ സ്ഥാപിക്കുന്നത്. 1675 കാശ്മീരി പണ്ഡിറ്റുകൾ അല്ലെങ്കിൽ കാശ്മീരി ബ്രാഹ്മണന്മാർ അവർക്ക് അനുഭവിക്കേണ്ടി വന്ന വേദനകളൊക്കെ സഹിക്കവയ്യാതെ ആ കാലഘട്ടത്തിലെ സിഖ് ഗുരുവായിരുന്ന തേജ് ബഹദൂറിനെ നേരിട്ട് പോയി കണ്ടു. തങ്ങളുടെ പ്രശ്നങ്ങൾ പറഞ്ഞു. ഇനി ഞങ്ങൾക്ക് ജസിയ കരം അടയ്ക്കാൻ സാധിക്കില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ മതവിശ്വാസങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനുള്ള അവകാശം താങ്കൾ മേടിച്ചു തരണം. ഇവരുടെ ഈ ഒരു സഹായ അഭ്യർത്ഥന കേട്ടതിന് ശേഷമാണ് തേജ് നേരെ ഔറംഗസേബിനെ പോയി കാണുന്നത്. ഇവർ രണ്ടുപേരും തമ്മിലൊരു വാക്കുതർക്കമുണ്ടായി. പക്ഷേ വാക്കുതർക്കം നടക്കുന്നത് ആരൊക്കെ തമ്മിലാണ്? സിഖ് ഗുരുവും ആ കാലഘട്ടത്തിൽ മുഗൾ സാമ്രാജ്യം അടക്കി ഭരിച്ചിരുന്ന ചക്രവർത്തിയും തമ്മിലാണ്. ചക്രവർത്തിയോട് മുഖം കറുപ്പിച്ചൊന്നും നോക്കുന്നത് തന്നെ ആ കാലഘട്ടത്തിൽ വലിയ കുറ്റമാണ്. ഔറംഗസേബ് തേജ് ബഹദൂറിനെ ശിക്ഷിച്ചു. ആദ്യം തുറങ്കലിലാണ് അടയ്ക്കുന്നത്. അതിനുശേഷം ചാന്ദിനി ചൗക്കിൽ വെച്ച് എല്ലാവരെയും സാക്ഷി നിർത്തിക്കൊണ്ട് തേജ് ബഹദൂറിൻ്റെ ശിരച്ഛേദം നടത്തി. ഇതിലും ക്രൂരമായി മുഗൾ സാമ്രാജ്യത്തിലെ ചക്രവർത്തി ക്രൂരമായി സിഖ് നേതാവായ അർജനെ കൊന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സിഖുകാർക്ക് മുഗൾ സാമ്രാജ്യത്തിനോടും അവിടുത്തെ ചക്രവർത്തിമാരോടും വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ ഇതും കൂടെ ആയപ്പോൾ അവരിൽ ഒരുപാട് റിബലുകൾ ഉണ്ടായി വരാൻ തുടങ്ങി. അവർ കലാപങ്ങൾ ആരംഭിക്കാൻ തുടങ്ങി. പക്ഷേ ആദ്യഘട്ടങ്ങളിലൊക്കെ ഔറംഗസേബിന് അത് നല്ല രീതിയിൽ അടിച്ചമർത്താൻ സാധിച്ചെങ്കിൽ പോലും അവസാന കാലഘട്ടമായപ്പോഴേക്കും അത് കൈവിട്ടുപോയി. 1680 മറാത്ത സാമ്രാജ്യം അടക്കി ഭരിച്ചിരുന്ന ഛത്രപതി ശിവജി മരണമടഞ്ഞു. ഫുഡ് പോയ്സണിംഗ് ആയിരുന്നു കാരണം. എന്നാൽ അത് ഫുഡ് പോയ്സണിംഗ് അല്ല, ബോധപൂർവം അദ്ദേഹത്തിന് വിഷം കൊടുത്ത് ക്രമേണ കൊല്ലുകയായിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകളൊന്നും അധികം ലഭ്യമല്ല. അതേ വർഷം തന്നെ അടുത്ത മറാത്ത സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിയായി സംഭാജി, ശിവജിയുടെ മകനായ സംഭാജി അധികാരത്തിൽ വന്നു. 1681 ഔറംഗസേബ് 2 രജപുത് സ്റ്റേറ്റുകളായ ജോധ്പൂരിനെയും ഉദയ്പൂരിനെയും ആക്രമിച്ചു. അടുത്ത കിരീടാവകാശിയായ അജിത് സിംഗിനെ
അവിടുത്തെ പപ്പറ്റ് രാജാവായിട്ട് അവരോധിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് രജ്പുത്തുകൾക്ക് മുഗൾ സാമ്രാജ്യത്തോടും ഔറംഗസേബിനോടും വലിയ രീതിയിലുള്ള വിദ്വേഷം തോന്നുന്ന തരത്തിൽ ജസിയ ടാക്സ് ഏർപ്പാടാക്കുന്നത്. ജസിയ ടാക്സ് ഏർപ്പാടാക്കിയിരിക്കുന്നത് മുഗൾ സാമ്രാജ്യത്തിലല്ല, രജ്പുത്ത് സ്റ്റേറ്റുകളിലാണ്. അവിടെ ഭരിക്കുന്നത് അജിത് സിംഗ് എന്ന ഒരു രജ്പുത്ത് കൂടിയാണ്. എന്നിട്ടും തങ്ങൾക്കെതിരെ ഇത്തരത്തിലുള്ളൊരു ക്രൂരമായിട്ടുള്ള ടാക്സ് ഏർപ്പാടാക്കിയതിൽ രജ്പുത്തുകൾക്ക് വലിയ വിദ്വേഷമുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സംഭവം നടക്കുന്നതിന് മുൻപ് മുഗൾ സാമ്രാജ്യത്തിൻ്റെ സൈന്യത്തിൻ്റെ ശക്തി അല്ലെങ്കിൽ അതിൻ്റെ നട്ടൽ എന്ന് പറയുന്നത് രജ്പുത്തുകളായിരുന്നു. അതിൻ്റെ കാരണം പഴയ എപ്പിസോഡുകൾ ഞാൻ പറഞ്ഞതാണ്. അക്ബറിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ രജ്പുത്തുകളുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. അത് അപ്പാടെ നശിപ്പിക്കുന്ന പ്രവൃത്തിയാണ് ഔറംഗസേബിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. രജ്പുത്തുകൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി ഒരുപാട് കലാപങ്ങൾ ഉണ്ടാക്കി. ആ കലാപങ്ങൾ അടിച്ചമർത്താനായി ഔറംഗസേബ് അയക്കുന്നത് തൻ്റെ പുത്രനായ അക്ബർ രണ്ടാമനെയാണ്, അല്ലെങ്കിൽ മുഹമ്മദ് അക്ബറിനെയാണ്. അക്ബർ ഒരു വലിയ സേനയുമായിട്ട് രജ്പുത്ത് സ്റ്റേറ്റുകളിലേക്ക് കടന്നു ചെന്നു. പക്ഷേ അദ്ദേഹത്തിന് ആദ്യം നേരിടേണ്ടി വന്നത് രജ്പുത്ത് നേതാക്കളായ ദുർഗാദാസ് റാത്തോറിനെയും മഹാറാണ രാജ് സിംഗിനെയുമാണ്. അവിടെ ഒരു യുദ്ധമല്ല നടന്നത്, അവർ 3 പേരും തമ്മിൽ ഒരു കോൺവെർസേഷനാണ് നടന്നത്. ആ കോൺവെർസേഷനിലൂടെ ദുർഗാദാസ് റാത്തോറിന് അക്ബർ രണ്ടാമൻ്റെ മനം മാറ്റാൻ സാധിച്ചു. ഔറംഗസേബ് എത്ര ക്രൂരമായിട്ടാണ് രജ്പുത്തുകളോട് പെരുമാറുന്നതെന്നും വർഷങ്ങളായി മുഗൾ സാമ്രാജ്യത്തിലെ ചക്രവർത്തിമാർ ഉണ്ടാക്കിയെടുത്ത പേരും പ്രശസ്തിയുമൊക്കെ ഔറംഗസേബ് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നുമൊക്കെ അവർക്ക് അക്ബർ രണ്ടാമനോട് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ സാധിച്ചു. ഔറംഗസേബ് ആ സ്ഥാനത്തിരിക്കാൻ ഒരിക്കലും യോഗ്യനല്ല. ആ സ്ഥാനത്ത് ഇരിക്കേണ്ടത് അക്ബർ രണ്ടാമനാണ്. ഞങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള സൈനിക പിൻബലം താങ്കൾക്കുണ്ടായിരിക്കും. ഔറംഗസേബിനെ കീഴടക്കി നിങ്ങൾ അധികാരത്തിൽ വരണം. അക്ബർ രണ്ടാമൻ്റെ മനം മാറി. അദ്ദേഹം നേരെ അജ്മീറിലേക്ക് യാത്ര പുറപ്പെട്ടു. എന്തിനാണ് അജ്മീറിലേക്ക് യാത്ര പുറപ്പെട്ടത്? കാരണം ആ കാലഘട്ടത്തിൽ ഔറംഗസേബ് അജ്മീറിലുണ്ട്. അദ്ദേഹത്തോടൊപ്പം ഇപ്പോൾ കാര്യമായിട്ട് സൈന്യമൊന്നുമില്ല. കാരണം അങ്ങോട്ടൊരു ആക്രമണം ഔറംഗസേബ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നില്ല. ആക്രമണം ഇപ്പോൾ നടക്കേണ്ടത് രജ്പുത്തുകളുടെ സ്റ്റേറ്റിലാണ്. അവിടേക്കാണ് തൻ്റെ പുത്രനെയും ഒരു വലിയ സൈന്യത്തെയും അയച്ചിരിക്കുന്നത്. എന്നാൽ അതിന് ഘടകവിരുദ്ധമായി തൻ്റെ പ്രിയപ്പെട്ട പുത്രനും രജ്പുത്തുകളും തന്നെ ആക്രമിക്കാനായിട്ട് അജ്മീറിലേക്ക് വരുന്ന വിവരം പല ചാരന്മാരും വഴി ഔറംഗസേബ് അറിഞ്ഞു. ഔറംഗസേബ് വളരെ വിദഗ്ധമായിട്ടാണ് ഇവിടെ കളിക്കുന്നത്. അദ്ദേഹം പെട്ടെന്ന് തന്നെ ഒരു സന്ദേശം അയച്ചു. ഒരു സന്ദേശവാഹകൻ വഴി സന്ദേശം അയക്കുന്നു. ഒറ്റയടിക്ക് ഒരിക്കലും ഈ രജ്പുത്ത് സ്റ്റേറ്റുകളിൽ നിന്നും അജ്മീറിലേക്ക് വരാൻ സാധിക്കില്ല. പല ദിവസങ്ങൾ യാത്ര ചെയ്തിട്ടാണ് അജ്മീറിലെത്തുക. അപ്പോൾ ഈ പോകുന്ന വഴിക്കൊക്കെ മിലിറ്ററി ക്യാമ്പുകൾ ഉണ്ടാക്കി അവിടെയൊക്കെ താമസിച്ച് പതിയെയാണ് അവർ യാത്ര പുറപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു മിലിറ്ററി ക്യാമ്പൊക്കെ ഉണ്ടാക്കി അവിടെ കുറച്ച് ദിവസത്തേക്ക് താമസിക്കുന്ന സമയത്താണ് ഈ ദൂതൻ ഒരു ലെറ്ററുമായിട്ട് ഈ അക്ബർ രണ്ടാമൻ്റെ അടുത്തെത്തുന്നത്. പക്ഷേ അക്ബർ രണ്ടാമനല്ല ആ കത്ത് കൊടുക്കുന്നത്. അത് ബോധപൂർവം തന്നെ ദുർഗാദോസ് റാത്തോറിൻ്റെ കയ്യിൽ കൊടുക്കുന്നു. ദുർഗാദോസ് റാത്തോറിനെ സംബന്ധിച്ചിടത്തോളം ഇത് തനിക്ക് കിട്ടേണ്ട ഒരു കത്തല്ല, പക്ഷേ എന്തോ ഒരു അബദ്ധം സംഭവിച്ച് തൻ്റെ കയ്യിൽ വന്ന് പെട്ടു എന്ന് മാത്രം. ഇത് ഔറംഗസേബ് തൻ്റെ പുത്രനായിട്ടുള്ള അക്ബർ രണ്ടാമന് അയച്ചു കൊടുത്തിട്ടുള്ള കത്താണ്. റാത്തോർ ആ കത്ത് തുറന്നു വായിച്ചു. അതിൽ എഴുതിയിരിക്കുന്നത് അദ്ദേഹത്തെ ഞെട്ടിക്കുന്ന ചില വിവരങ്ങളായിരുന്നു. നീ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതേപടി ചെയ്തതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. അവന്മാരെ എല്ലാം ഇങ്ങ് അജ്മീറിലേക്ക് കൊണ്ടുപോവാ, നമുക്ക് എല്ലാത്തിനെയും തീർത്ത് കളയാം. ഇത് കേട്ടപ്പോൾ ദുർഗാദാസ് റാത്തോറിന് വലിയ സങ്കടം തോന്നി. പക്ഷേ അക്ബർ രണ്ടാമനെ അദ്ദേഹം കൊല്ലുന്നില്ല. അദ്ദേഹത്തെ അവിടെ ആ മരുഭൂമിയിൽ ഉപേക്ഷിച്ച് അവിടെ ഉണ്ടായിരുന്ന മറാത്തകളെല്ലാം പിൻവാങ്ങി. അടുത്ത ദിവസം നേരം പുലർന്നപ്പോൾ അക്ബറിന് അവിടെ ആരെയും കാണാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ശരിക്കും ഭയന്നുപോയി. കാരണം ഒറ്റയ്ക്ക് ഈ മരുഭൂമി പ്രദേശത്ത് ഒറ്റപ്പെട്ടു പോയി കഴിഞ്ഞാൽ തൻ്റെ പിതാവിനെ എപ്പോൾ വേണമെങ്കിലും തന്നെ കണ്ടെത്തി കൊല്ലാൻ സാധിക്കും. അദ്ദേഹത്തിന് തന്നോടിപ്പോൾ വലിയ ദേഷ്യമുണ്ടെന്ന് അക്ബർ രണ്ടാമന് വ്യക്തമായിട്ട് അറിയാം. പക്ഷേ ഔറംഗസേബിൻ്റെ കയ്യിൽ പെടുന്നതിന് മുൻപ് തന്നെ ദുർഗാദാസ് തന്നെ അക്ബർ രണ്ടാമനെ രക്ഷിച്ചു. കാരണം പിന്നീട് ദുർഗാദാസിന് മനസ്സിലായി തന്നെ കബളിപ്പിക്കാൻ വേണ്ടി ബോധപൂർവം ഔറംഗസേബ് പണിത ഒരു പണിയാണെന്ന്. അക്ബർ രണ്ടാമനെയും കൂട്ടിച്ചേർത്ത് ഒരു വലിയ സേനയുമായിട്ട് ഔറംഗസേബിൻ്റെ അടുത്തേക്ക് ഇനിയും പോയിട്ട് വലിയ കാര്യമില്ല. കാരണം ഔറംഗസേബിനോടൊപ്പം ഇപ്പോൾ അജ്മീറിൽ ഒരുപാട് സൈനികരുണ്ട്. അവരുമായിട്ട് കൊമ്പ് കോർത്തു കഴിഞ്ഞാൽ പരാജയപ്പെട്ടു പോകും. ഇനി എന്താണ് ഒരു മാർഗം? ഇനിയുള്ള മാർഗം അത് മറാത്ത അടക്കി ഭരിക്കുന്ന സംഭാജിയാണ്. അങ്ങനെ അക്ബർ രണ്ടാമനെയും കൊണ്ട് നേരെ അവർ സംഭാജിയുടെ അടുത്തേക്ക് പോയി. ഔറംഗസേബ് വലിയൊരു അപകടം മണത്തു.
അവർ രണ്ടുപേരും ചേർന്ന് കഴിഞ്ഞാൽ അതൊരു ഡെഡ്ലി കോമ്പിനേഷനാണ്. അവർക്ക് വേണമെങ്കിൽ എന്നെ അട്ടിമറിക്കാൻ സാധിക്കും. അത് അനുവദിച്ചുകൂടാ. തനിക്കെതിരെ നിൽക്കുന്നത് സ്വന്തം പുത്രനാണെങ്കിൽ പോലും ആ പുത്രനെ കൊന്നുകളയണം. ഔറംഗസേബിൻ്റെ കോൺസെപ്റ്റ് അങ്ങനെയാണ്. സ്വന്തം പിതാവിനെ ജയിലിലടച്ച, സഹോദരന്മാരെ കൊന്നുകളഞ്ഞ ഔറംഗസേബിന് പുത്രനെ കൊല്ലാൻ വലിയ പ്രയാസമൊന്നുമില്ല. അദ്ദേഹം പുത്രനെ കൊല്ലാനായിട്ട് തന്നെ തീരുമാനിച്ചു. അങ്ങനെ ഒരു വലിയ സേനയുമായിട്ട് അദ്ദേഹം ആഗ്ര കൊട്ടാരത്തിൽ നിന്നും യാത്ര പുറപ്പെട്ടു. പിന്നീട് ആ യാത്ര തുടർന്നു പോയത് തുടർച്ചയായിട്ടുള്ള 26 വർഷങ്ങളിലാണ്. ആഗ്ര കൊട്ടാരത്തിൽ പിന്നീട് ഔറംഗസേബ് ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ആ വലിയ സേനയുമായിട്ട് പല കലാപങ്ങളും അടിച്ചമർത്തുകയും പല വലിയ വലിയ കോട്ടകൾ പിടിച്ചടക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു. 1686, 1687 വർഷങ്ങൾ ഔറംഗസേബിന് ദക്ഷിണേന്ത്യയിലെ വളരെ പ്രമുഖമായിട്ടുള്ള 2 രാജ്യങ്ങളെ കീഴടക്കാൻ സാധിച്ചു. അതോടുകൂടി അങ്ങ് അഫ്ഗാനിസ്ഥാൻ മുതൽ ഇങ്ങ് തമിഴ്നാട് വരെയുള്ള പ്രദേശങ്ങൾ ഔറംഗസേബിൻ്റെ അണ്ടറിലായി. ഔറംഗസേബിൻ്റെ അണ്ടറിലായെന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ടും ഔറംഗസേബിൻ്റെ അണ്ടറിലല്ല, പക്ഷേ തുടർച്ചയായിട്ട് അഫ്ഗാനിൽ നിന്നും മുഗൾ സാമ്രാജ്യത്തിലൂടെ മാത്രം യാത്ര ചെയ്ത് ഇങ്ങ് തമിഴ്നാട് വരെ എത്തിച്ചേരാനുള്ള ഭൂഭാഗം ഔറംഗസേബിൻ്റെ കയ്യിലുണ്ട്. മുഗൾ സാമ്രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇത്രയധികം പ്രദേശങ്ങൾ ഭരിച്ചിട്ടുള്ള മറ്റൊരു ചക്രവർത്തി തന്നെയില്ല. അത്രയും വിശാലമായിട്ടുള്ള ഒരു രാജ്യമാണ്. സാമ്പത്തികമായിട്ടും അതിശക്തമായിട്ട് ഔറംഗസേബിൻ്റെ മുഗൾ സാമ്രാജ്യം വളർന്നുകൊണ്ട് തന്നെ ഇരുന്നു. പക്ഷേ ഇടയിലുണ്ടായിരുന്ന മറാത്തകൾ എന്നും ഔറംഗസേബിന് ഒരു വെല്ലുവിളിയാണ്. തൻ്റെ പ്രധാനപ്പെട്ട ശത്രുക്കളായിട്ടുള്ള അക്ബർ രണ്ടാമനെയും സംഭാജിയെയും വകവരുത്താനായി ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള ഒരു ജനറലിന് ചാർജ് കൊടുത്തു. അദ്ദേഹത്തിൻ്റെ പേര് മുഖാറാബ് ഖാൻ അല്ലെങ്കിൽ ഷെയ്ഖ് നിസാം എന്നാണ്. പക്ഷേ ഷെയ്ഖ് നിസാമിന് അധികാരം കൊടുക്കുന്ന ആ സമയത്ത് തന്നെ സംഭാജി അക്ബർ രണ്ടാമനെ ഇന്ത്യയിൽ നിന്നും കരകയറ്റി വിട്ടു. രാജപൂർ എന്ന പോർട്ടിൽ നിന്നും ഒരു വലിയ കപ്പലിൽ കയറ്റി അക്ബർ രണ്ടാമനെ പറഞ്ഞയക്കുന്നത് അറേബ്യയിലേക്കാണ്. അറേബ്യയിലെത്തിയതിന് ശേഷം പിന്നീട് അവിടെ നിന്നും യാത്ര ചെയ്ത് നേരെ പേർഷ്യയിലേക്ക് അക്ബർ രണ്ടാമൻ പോയി. അക്ബറിൻ്റെ ലക്ഷ്യം മുമ്പ് തൻ്റെ പൂർവികനായിരുന്ന ഹുമയൂൺ ചെയ്ത കാര്യം വീണ്ടും ആവർത്തിക്കുക എന്നുള്ളതാണ്. മുഗൾ സാമ്രാജ്യത്തെ വീണ്ടും പിടിച്ചടക്കാൻ വേണ്ടി ഹുമയൂൺ അന്ന് പോയത് പേർഷ്യയിലേക്കായിരുന്നല്ലോ. പേർഷ്യയിലെ ഷായുടെ സഹായത്താലാണ് പിന്നീട് മുഗൾ സാമ്രാജ്യത്തെ കീഴടക്കാൻ സാധിച്ചത്. പേർഷ്യയിൽ പോയി നിലവിലുള്ള ഷായുടെ സഹായത്താൽ തൻ്റെ പിതാവിനെ വകവരുത്തി മുഗൾ സാമ്രാജ്യം തിരിച്ചു പിടിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശലക്ഷ്യം. പേർഷ്യ അല്ലെങ്കിൽ ഇന്നത്തെ ഇറാൻ ഭരിച്ചിരുന്ന ഷാ വളരെ സ്നേഹത്തോടു കൂടി തന്നെയാണ് അക്ബർ രണ്ടാമനെ വരവേൽക്കുന്നത്. പക്ഷേ അക്ബർ രണ്ടാമൻ ആവശ്യപ്പെട്ടതുപോലുള്ള ഒരു സൈന്യത്തെ കൊടുക്കാൻ ഷാ തയ്യാറായില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഔറംഗസേബാണ്. ഔറംഗസേബ് അതിശക്തനായിട്ടുള്ള ഒരു ചക്രവർത്തിയാണ്. പേർഷ്യ അവർക്കെതിരെ അക്ബർ രണ്ടാമനിലൂടെ ഒരു ആക്രമണം തൊടുത്തു വിട്ടുകഴിഞ്ഞാൽ പേർഷ്യയ്ക്ക് പിന്നീട് ഒരു കാലത്തും സമാധാനത്തോടു കൂടി കഴിയാൻ സാധിക്കില്ലെന്ന് ഷായ്ക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ സ്നേഹപൂർവ്വം ആ അഭ്യർത്ഥന നിരസിക്കുകയായിരുന്നു. പക്ഷേ അക്ബർ രണ്ടാമന് എക്കാലത്തേക്കും താമസിക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് ഒരു കൊട്ടാരം പോലും ഷാ ആ കാലഘട്ടത്തിൽ കൊടുത്തു. ആ കൊട്ടാരത്തിൽ താമസിച്ചുകൊണ്ട് എല്ലാ ദിവസവും അദ്ദേഹം നിസ്കരിക്കും. നിസ്കാരത്തിനോടൊപ്പം അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്: എൻ്റെ പ്രിയപ്പെട്ട പിതാവായ ഔറംഗസേബ് എത്രയും പെട്ടെന്ന് മരിക്കണം. ഔറംഗസേബ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്നും പേടിക്കാനില്ല. മുഗൾ സാമ്രാജ്യത്തിൻ്റെ അടുത്ത ചക്രവർത്തി ഞാൻ തന്നെയാണ്. പേർഷ്യയിൽ നിന്ന് ആവശ്യമായിട്ടുള്ള സൈനിക ബലം എനിക്ക് കിട്ടും. കുറച്ചധികം വർഷങ്ങൾക്ക് ശേഷം 1706 മുഹമ്മദ് അക്ബർ മരിക്കുന്നത്. അത് കഴിഞ്ഞ് ഒരു വർഷം കൂടി കഴിഞ്ഞ് 1707 തൻ്റെ 88ാമത്തെ വയസ്സിൽ ഔറംഗസേബും മരിച്ചു. ഔറംഗസേബ് ഒരു 2-3 വർഷം മുമ്പേ മരിക്കുകയായിരുന്നെങ്കിൽ മുഗൾ സാമ്രാജ്യത്തിൻ്റെ ചരിത്രം തന്നെ മാറിയേനെ. മുഗൾ സാമ്രാജ്യത്തിലെ അടുത്ത ചക്രവർത്തിയായി മുഹമ്മദ് അക്ബർ അധികാരത്തിലേറിയേനെ. മുഹമ്മദ് അക്ബർ അധികാരത്തിലേറിയിരുന്നെങ്കിൽ രജ്പുത്തുകളുമായിട്ടും മറാത്തകളുമായിട്ടും വളരെ മികച്ച ഒരു സ്നേഹബന്ധം ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചേനെ. പഴയ അക്ബർ തുടർന്നു പോന്നിരുന്ന അതേ സംസ്കാരം അക്ബർ രണ്ടാമനും ആവർത്തിച്ചേനെ. പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായില്ല. മുഖാറബ് ഖാന് അല്ലെങ്കിൽ ഷെയ്ഖ് നിസാമിന് ഇപ്പോൾ ഒരൊറ്റ എതിരാളിയേ ഉള്ളൂ. കാരണം അക്ബർ രണ്ടാമൻ ഇവിടുന്ന് രാജ്യം വിട്ടു പോയല്ലോ. ആകെയുള്ളത് സംഭാജി മാത്രമാണ്. സംഭാജിയെ എങ്ങനെ കീഴടക്കാം? അതിനുവേണ്ടി അദ്ദേഹം സംഭാജിയുടെ പ്രദേശത്ത് നിന്നും ഏകദേശം 150 കിലോമീറ്റർ മാറിയുള്ള കോലാപൂറിൽ ഒരു മിലിറ്ററി ക്യാമ്പ് സ്ഥാപിച്ചു. ആ മിലിറ്ററി ക്യാമ്പിൽ അദ്ദേഹത്തോടൊപ്പം അതിശക്തമായിട്ടുള്ള ഒരു കുതിരപ്പടയും കാലാൾപ്പടയും ആനപ്പടയും പീരങ്കിപ്പടയുമുണ്ട്. ഒരു സുവർണ അവസരം കിട്ടുമ്പോൾ സംഭാജിയെ ആക്രമിച്ച് കീഴ്പ്പെടുത്തണം.
പക്ഷേ എങ്ങനെയാണ് സുവർണാവസരം മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഇത്രയധികം അകലെയല്ലേ താനിപ്പോൾ ഉള്ളത്? അവിടേക്ക് തൻ്റെ സ്കൗട്ടുകളെ അയക്കുന്നത് ഒരു സൂയിസൈഡിന് തുല്യമാണ്. കാരണം അവർക്ക് പെട്ടെന്ന് തന്നെ മുഗൾ വംശജരെ തിരിച്ചറിയാനായിട്ട് സാധിക്കും. അതുകൊണ്ട് മറാത്തകൾക്കിടയിൽ നിന്ന് തന്നെ ചാരന്മാരെ കണ്ടെത്തണം. അങ്ങനെ ഒരു ചാരനെ കണ്ടെത്താനായിട്ട് അദ്ദേഹം പഠിച്ച പണി 18 പയറ്റി. ഒടുവിൽ അദ്ദേഹത്തിന് ഒരു പേര് വീണ് കിട്ടി. അത് സംഭാജിയുടെ അളിയനായ ഘനോജി ഷിർക്കെയാണ്. ഘനോജി ഷിർക്കെയും സംഭാജിയും തമ്മിൽ ആ കാലഘട്ടത്തിൽ ഒരു തർക്കമുണ്ടായി. ഷിർക്കെ കുടുംബത്തിന് അവർക്ക് അധികാരപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങളൊന്നും കൊടുക്കാൻ സംഭാജി കൂട്ടാക്കിയില്ല. അങ്ങനെയാണ് ഷിർക്കെയ്ക്ക് വലിയൊരു ദേഷ്യം സംഭാജിയോട് ഉണ്ടായത്. ഷെയ്ഖ് നിസാമിൻ്റെ ആളുകൾ ഷിർക്കെയെ നേരിട്ട് വന്ന് കണ്ടു, സഹായം ആവശ്യപ്പെട്ടു. ഷിർക്കെയ്ക്ക് സഹായിക്കാൻ സന്തോഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അധികാരം ഒക്കെ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ ഷിർക്കെ ഇവിടുത്തെ ഒരു പപ്പറ്റ് രാജാവാക്കി മാറ്റാമെന്ന് ഷെയ്ഖ് നിസാം ഉറപ്പും കൊടുത്തു. ആ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ കുറേയധികം ചാരന്മാരെ സംഭാജി ഉള്ള പ്രദേശത്തിന് ചുറ്റുമായിട്ട് അദ്ദേഹം അലൈൻ ചെയ്തു. സംഭാജി എവിടെ പോയാലും ഇവർ ഒരു നിഴല് പോലെ അദ്ദേഹത്തിൻ്റെ പിന്നാലെ പോകും. ആർക്കും ഒരു സംശയവും തോന്നില്ല. നോക്കുമ്പോൾ മറാത്തകളുടെ വിശ്വസ്തരായിട്ടുള്ള സൈനികരെ പോലെ തന്നെയാണ് ഇവർ ഇരിക്കുന്നത്. മറാത്തകൾ തന്നെയാണ്, മറാത്ത സൈന്യത്തിൻ്റെ തന്നെ ഭാഗമാണ്. പക്ഷേ അവരൊക്കെ ഷിർക്കെയുടെ ചാരന്മാരാണ്. 1689 സംഭാജിയും അദ്ദേഹത്തിൻ്റെ ഉറ്റ സുഹൃത്തും അഡ്വൈസറുമായ കവി കലേശും സംഗമേശ്വർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തി. ഒരു തർക്കം പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അവരവിടെ എത്തിയത്. ഷിർക്കെ കുടുംബവും യാദവ് കുടുംബവും തമ്മിലുള്ള ഒരു കലാപം. ആ കലാപം അവർ രമ്യമായിട്ട് തന്നെ പരിഹരിച്ചു. അതിനുശേഷം അന്ന് തന്നെ അവരവിടെ നിന്ന് പുറപ്പെടേണ്ടതാണ്. പക്ഷേ അന്ന് അവർക്ക് പുറപ്പെടാൻ സാധിച്ചില്ല. അതിന് പല കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവരുടെ ഒപ്പം കാര്യമായിട്ട് സൈന്യമൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് മാറിയുള്ള ഒരു കോട്ടയിൽ നിന്നും സേന ഇവിടെ എത്തി ഒരുമിച്ച് പോകാമെന്നാണ് ഇവർ പ്ലാൻ ചെയ്യുന്നത്. മറ്റൊരു വീക്ഷണം അനുസരിച്ച് രണ്ട് കുടുംബങ്ങളും തമ്മിലുള്ള തർക്കമൊക്കെ തീർത്തെങ്കിലും അഡ്മിനിസ്ട്രേറ്റീവ് പരമായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി ചെയ്യണം. അതിനുവേണ്ടി അവർ 2 ദിവസം കൂടി അധികമായി സംഗമേശ്വറിൽ താമസിച്ചു. ഇതൊന്നുമല്ലാതെ വേറൊരു വേർഷനുണ്ട്. ബോധപൂർവം ഷിർക്കെ അവരെ അവിടെ താമസിപ്പിക്കുകയായിരുന്നു. ഷിർക്കെയുടെ അഭ്യർത്ഥനയെ മാനിച്ചിട്ടാണ് അവരവിടെ താമസിക്കുന്നത്. ഷിർക്കെയുമായിട്ടുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ രമ്യമായി പരിഹരിക്കണം. തനിക്ക് ഒരു രീതിയിലുള്ള സ്വത്തുക്കളും ആവശ്യമില്ല. ഷിർക്കെയ്ക്ക് എല്ലായ്പ്പോഴും സംഭാജിയുടെ ഒരു അടിമയായിട്ട്, ഒരു അടുത്ത സുഹൃത്തായിട്ട് ഒപ്പം നിൽക്കണമെന്നൊക്കെ ഷിർക്കെ പറയുന്നു എന്നാണ് ഒരു വേർഷൻ. എന്തായാലും 2 ദിവസം കൂടി, അല്ലെങ്കിൽ 2-ലധികം ദിവസം അവർക്കവിടെ താമസിക്കേണ്ടി വന്നു. അവരവിടെ താമസിക്കുന്നത് വളരെ മനോഹരമായ ഒരു സർദാറിൻ്റെ മാൻഷനിലാണ്. ആ സർദാറിൻ്റെ മാൻഷന് ചുറ്റുമായിട്ട് ഏകദേശം ഒരു 100-150 കിലോമീറ്റർ ചുറ്റുമായിട്ട് ഒരുപാട് സംഭാജിയുടെ ചാരന്മാരുമുണ്ട്. ശത്രുക്കൾ ആക്രമിച്ചു വരികയാണെങ്കിൽ സംഭാജിക്ക് പെട്ടെന്ന് സന്ദേശം കിട്ടും. അവിടെ നിന്നും ഓടി രക്ഷപ്പെടാനോ അല്ലെങ്കിൽ കൂടുതൽ സൈന്യത്തെ എത്തിക്കാനോ ഒക്കെ സാധിക്കും. ഈ ഒരു വിവരം വളരെ പെട്ടെന്ന് തന്നെ ഷിർക്കെ അവിടെ നിന്നും 150 കിലോമീറ്റർ അകലെ ഉണ്ടായിരുന്ന കോലാപ്പൂരിലുണ്ടായിരുന്ന ഷെയ്ഖ് നിസാമിൻ്റെ കാതുകളിൽ എത്തിച്ചു. വളരെ പെട്ടെന്ന് അവിടെ എത്തണം. ഒരു 2 ദിവസമൊന്നും ആവശ്യമില്ല ഈ 150 കിലോമീറ്റർ കുതിരപ്പടയുമായിട്ട് അങ്ങോട്ട് പോകാൻ. പക്ഷേ പ്രശ്നമെന്ന് പറയുന്നത് ഈ ചാരന്മാരുടെ കണ്ണിൽ പെട്ടുകഴിഞ്ഞാൽ പിന്നീട് അവിടെ നിന്നും സംഭാജി ഓടി രക്ഷപ്പെടും. സംഭാജിയെ കിട്ടുന്ന ഒരു സുവർണ അവസരം നഷ്ടമാകും. അതൊഴിവാക്കാനായിട്ട് രാത്രി കാലങ്ങളിൽ മാത്രമേ ഇവർക്ക് യാത്ര ചെയ്യാൻ സാധിക്കത്തുള്ളൂ. തങ്ങളോടൊപ്പം കുതിരപ്പടയുണ്ട്, അതുപോലെ തന്നെ പീരങ്കിപ്പടയുണ്ട്. അതുമായിട്ട് പോയി കഴിഞ്ഞാൽ അനവധി ദിവസങ്ങൾ അവർക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഇവർ ബോധപൂർവം ആനപ്പടയും പീരങ്കിപ്പടയും കൊണ്ടുപോകാതെ ഏകദേശം 3000-ഓളം വരുന്ന കുതിരപ്പടയും കാലാൾപ്പടയും ഉപയോഗിച്ചിട്ടാണ് യാത്ര പുറപ്പെടുന്നത്. കോലാപ്പൂരിനും സംഗമേശ്വറിനും ഇടയിൽ ഒരു വലിയ കിടങ്ങുണ്ട്. അംബാഘട്ട് എന്നാണ് അതിൻ്റെ പേര്. എല്ലാ ദിവസവും രാത്രി സമയങ്ങളിൽ മാത്രം ഈ അംബാഘട്ടിലൂടെ സൈന്യം സഞ്ചരിക്കും. പകൽ സമയങ്ങളിൽ അവർ വിശ്രമിക്കും. പിന്നീട് രാത്രിയിൽ വീണ്ടും യാത്ര ആരംഭിക്കും. അങ്ങനെ 2 ദിവസങ്ങൾ കൊണ്ട് 1689 ഫെബ്രുവരി മാസം 1-ാം തീയതി അവർക്ക് ആ സർദാറിൻ്റെ കവാടത്തിൻ്റെ മുൻപിൽ വരെ എത്താൻ സാധിച്ചു. ആ സമയത്ത് സംഭാജി പ്രഭാത കർമ്മങ്ങളിലൊക്കെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പരിസരത്ത് ഏകദേശം 10ഓളം വരുന്ന ബോഡി ഗാർഡ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ 10ഓളം വരുന്ന ബോഡി ഗാർഡ്സിൻ്റെ അടുത്തേക്ക് 100 കണക്കിന് പടയാളികളാണ് എത്തിച്ചേരുന്നത്. അത് ശരിക്കും ഒരു വലിയ അറയാണ്. ആ അറയുടെ കവാടം വളരെ ചെറുതായതുകൊണ്ട് തന്നെ ഒരു സമയം 2-3 പടയാളികൾക്ക് മാത്രമാണ് ആ വലിയ അറയുടെ ഉള്ളിലേക്ക് കയറാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടങ്ങളിലൊക്കെ ഈ ബോഡി ഗാർഡിന് അവരെ തടഞ്ഞു നിർത്താനായിട്ട് സാധിക്കുന്നുണ്ട്.
പെട്ടെന്നുണ്ടായ ആക്രമണം സംഭാജി തിരിച്ചറിഞ്ഞ് സംഭാജിയും കവികലേഷും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്ക് രക്ഷപ്പെടാൻ കുറച്ച് സമയം ആവശ്യമുണ്ട്. ആ കുറച്ച് സമയം കൊടുക്കേണ്ടത് ഈ ബോഡി ഗാർഡുകളാണ്. ബോഡി ഗാർഡുകളിൽ ചില ആളുകളൊക്കെ ഭയന്ന് ഓടി രക്ഷപ്പെടാനൊക്കെ ശ്രമിച്ചു. എന്നാൽ ആ കൂട്ടത്തിൽ തന്നെ വളരെ കേമനായ ഒരു ബോഡി ഗാർഡ് ഉണ്ടായിരുന്നു, മലോജി ഘോർപഡെ. മലോജി ഘോർപഡെ ധീരമായി പോരാടി. അദ്ദേഹത്തിൻ്റെ അവസാന രക്തം വരെയും അദ്ദേഹം ഡിഫെൻഡ് ചെയ്തുകൊണ്ടേയിരുന്നു. ആ സമയം മതിയായിരുന്നു സംഭാജിക്കും കവികലേഷിനും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ. അതിനുശേഷം നടന്ന സംഭവങ്ങൾക്ക് ശരിക്കും 2 വേർഷനുണ്ട്. ഒരു വേർഷൻ അനുസരിച്ച് സംഭാജിയും കവികലേഷും കുതിരപ്പുറത്ത് അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ നിസാമിൻ്റെ പട്ടാളക്കാരിൽ നിന്നും അവർക്ക് രക്ഷപ്പെടാൻ സാധിച്ചില്ല. വേറൊരു വേർഷൻ അനുസരിച്ച് അവിടെ പരിസരത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു ക്ഷേത്രത്തിൻ്റെ സീക്രട്ട് അറയിൽ അവർക്ക് എത്തപ്പെടാൻ സാധിച്ചു. പക്ഷേ ആ പ്രദേശങ്ങളിൽ എവിടെയൊക്കെ സീക്രട്ട് അറകളുണ്ടെന്നും എവിടെയൊക്കെ ക്ഷേത്രങ്ങളുണ്ടെന്നും എവിടെയൊക്കെ സംഭാജിക്ക് പോയി ഒളിച്ചിരിക്കാൻ സാധിക്കുമെന്നുമൊക്കെ ഷിർക്കയ്ക്ക് അറിയാമായിരുന്നു. അത് നേരത്തെ തന്നെ നിസാമിന് ചോർത്തി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് നിസാമിൻ്റെ സൈനികർ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ കയറി ആ രഹസ്യ അറയിൽ നിന്ന് ഇവർ രണ്ടുപേരെയും പിടിച്ചടക്കുന്നത്. ഇവർ രണ്ടുപേരെയും പിടിച്ചുകൊണ്ട് നേരെ പോകുന്നത് ബഹദൂർഗഡിനടുത്തുള്ള ഒരു വലിയ സൈനിക ക്യാമ്പിലേക്കാണ്. കാരണം ആ സൈനിക ക്യാമ്പിലാണ് നിലവിൽ ഔറംഗസേബ് ഉള്ളത്. പിന്നീട് സാക്ഷ്യം വഹിക്കാൻ സാധിക്കുന്നത് വളരെ ക്രൂരമായിട്ടുള്ള ചില ശിക്ഷാ നടപടികളാണ്. ഇവർ രണ്ടുപേരെയും ഒട്ടകത്തിൻ്റെ പുറത്ത് തലകീഴായിട്ട് കെട്ടിത്തൂക്കി. ദേഹത്തൊക്കെ മണികളും ഒക്കെ കെട്ടിത്തൂക്കിയിട്ടുണ്ട്. ഒരു കോമാളി വേഷമാണ് ഇവർക്ക് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഒട്ടകത്തെ അവർ ഓടിക്കും. ഒട്ടകത്തെ ഓടിക്കുമ്പോൾ ഇവരുടെ തല ഏതാണ്ട് പൂർണ്ണമായിട്ടും തറയിലൂടെ അല്ലെങ്കിൽ ആ മണൽത്തരികളിലൂടെ ഇഴഞ്ഞാണ് പോകുന്നത്. ഇത് കണ്ട് അടുത്തുണ്ടായിരുന്ന മുഗൾ സാമ്രാജ്യത്തിലെ സൈനികർ വലിയ ചെണ്ടകളും ഒക്കെ കൊട്ടി വലിയ ബഹളമുണ്ടാക്കും. അങ്ങനെ വലിയ രീതിയിലുള്ള നാണക്കേടുകളാണ് ഇവർക്ക് രണ്ടുപേർക്കും സഹിക്കേണ്ടി വന്നത്. കുറേയധികം നാണക്കേടുകളൊക്കെ സഹിച്ചതിന് ശേഷം ഇവർ രണ്ടുപേരെയും ആ ക്യാമ്പിൽ തന്നെ താൽക്കാലികമായിട്ട് നിർമ്മിച്ച ഒരു പ്രിസണിലേക്ക് മാറ്റി. ആ തടവറയുടെ ഉള്ളിലേക്ക് ഔറംഗസേബ് കയറി ചെന്നു. അവിടെ ഒട്ടും വയ്യാതെ വേദന സഹിച്ച് സംഭാജി കിടപ്പുണ്ട്. സംഭാജിയോട് 3 കാര്യങ്ങളാണ് ഔറംഗസേബ് ആവശ്യപ്പെട്ടത്. ഈ 3 കാര്യവും നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ വെറുതെ വിടാം, നിങ്ങൾക്ക് പിന്നീട് സുഖകരമായിട്ട് ജീവിക്കാം. അതിലൊന്ന്, നിങ്ങളുടെ സകല കോട്ടകളും സകല സ്വത്തുക്കളും എനിക്ക് കൈമാറണം. രണ്ടാമത്തെ ആവശ്യം ചാരന്മാരുടെ ലിസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്. മുഗൾ സാമ്രാജ്യത്തിൻ്റെ ഉള്ളിൽ തന്നെ ഔറംഗസേബിനോടൊപ്പം പ്രവർത്തിക്കുന്ന ആളുകളിൽ തന്നെ ഔറംഗസേബിനെ ഒറ്റുകൊടുക്കുന്ന ചാരന്മാരുണ്ടെന്ന് അദ്ദേഹത്തിന് അറിയാം. അവരുടെ ലിസ്റ്റാണ് ആവശ്യപ്പെട്ടത്. മൂന്നാമത്തത്, നിങ്ങൾ മതം മാറി ഇസ്ലാം മതം സ്വീകരിക്കണം. ഇത് 3ഉം അംഗീകരിക്കാൻ സംഭാജിക്ക് സാധിക്കുമായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ജനങ്ങളെ സംരക്ഷിക്കണം, അദ്ദേഹത്തിൻ്റെ ഹൈന്ദവ മത വിശ്വാസം സംരക്ഷിക്കണം. ഇതിനെല്ലാം ഉപരിയായി തനിക്ക് നിർണായകമായിട്ടുള്ള പല വിവരങ്ങളും ചോർത്തി തന്നിട്ടുള്ള മുഗൾ സാമ്രാജ്യത്തിൻ്റെ ഉള്ളിൽ തന്നെയുള്ള അതേ സൈനിക ക്യാമ്പിൽ തന്നെയുള്ള ആളുകളെ സംരക്ഷിക്കണം. അതുകൊണ്ട് ഒരു കാരണവശാലും ഇതൊന്നും അംഗീകരിക്കാൻ സാധിക്കത്തില്ലെന്ന് സംഭാജി തുറന്നടിച്ചു പറഞ്ഞു. ഇത് പറയുമ്പോഴൊക്കെ വളരെ രൂക്ഷമായി ഔറംഗസേബിൻ്റെ മുഖത്തേക്ക് തന്നെ തുറച്ചു നോക്കുന്നുണ്ടായിരുന്നു. ഔറംഗസേബിന് കലശലായ ദേഷ്യം തോന്നി. അതുകൊണ്ട് തന്നെ ആ വാക്കുകൾ ഉച്ചരിച്ച നാവ് മുറിച്ചു മാറ്റാനുള്ള ഓർഡർ ഔറംഗസേബ് കൊടുത്തു. തന്നെ തുറച്ചു നോക്കിയ ആ 2 കണ്ണുകളിലൂടെ ഇനി അയാൾ ഒന്നും കാണാൻ പാടില്ല. ആ 2 കണ്ണുകളും പിഴുതെടുക്കണം. അതിനുശേഷമാണ് കുറച്ചുകൂടെ ക്രൂരമായിട്ടുള്ള ചില പ്രവൃത്തികൾ നടന്നത്. അടുത്ത 2 ആഴ്ചക്കിടയിൽ അദ്ദേഹത്തിൻ്റെ സംഭാജിയുടെ ശരീരത്തിൽ നിന്നും തൊലി ഓരോന്നായിട്ട് ഉരിഞ്ഞെടുത്തു. അദ്ദേഹത്തിൻ്റെ നഖങ്ങൾ എല്ലാം പിഴുതെടുത്തു. 2 ആഴ്ചത്തെ അതിക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ സഹിച്ചിട്ടും ആ 3 കണ്ടീഷനുകൾ അംഗീകരിക്കാൻ സംഭാജി കൂട്ടാക്കിയില്ല. അതിക്രൂരമായിട്ടുള്ള പീഡനങ്ങളൊക്കെ സഹിച്ച് മരണത്തിൻ്റെ വക്കിലെത്തിയതിനു ശേഷം മാത്രമാണ് ഔറംഗസേബ് അദ്ദേഹത്തിൻ്റെ കഴുത്തറുത്തു മാറ്റാനുള്ള ഉത്തരവ് കൊടുക്കുന്നത്. കഴുത്തറുത്തു മാറ്റി കൊലപ്പെടുത്തി. കവികലേഷിനെയും കൊലപ്പെടുത്തി. അതിനുശേഷം അവരുടെ ശരീരങ്ങൾ വളരെ വളരെ ചെറിയ ചെറിയ കഷ്ണങ്ങളായി നുറുക്കി മാറ്റി. പിന്നീട് അവശേഷിച്ചത് അവർ 2 പേരുടെയും തലകളാണ്. ആ തലകൾ വലിയ നീളമുള്ള കുന്തത്തിൻ്റെ മുകളിൽ കെട്ടിയതിന് ശേഷം ആ മറാത്ത സാമ്രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിലുള്ള ടൗണുകൾ കൊണ്ടുപോയി പ്രദർശിപ്പിച്ചു. ഇത് കാണുമ്പോൾ മറാത്ത സാമ്രാജ്യത്തിലെ ആളുകൾ തന്നോട് ഭയക്കുമെന്നും ഇനി ഒരിക്കലും യുദ്ധത്തിന് വരുത്തില്ലെന്നുമൊക്കെയാണ് ഔറംഗസേബ് തെറ്റിദ്ധരിക്കുന്നത്. പക്ഷേ നേരെ ഓപ്പോസിറ്റായിട്ടുള്ളൊരു കാര്യമാണ് ശരിക്കും സംഭവിക്കുന്നത്. അതുവരെ അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് സംഭാജിയോട് പേഴ്സണലി അത്ര വലിയ കണക്ഷനൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ
ഈ സംഭവ വികാസങ്ങൾ കൂടി കണ്ടതിന് ശേഷം സകല മറാത്തികളും സംഭാജിയോട് ഒരു കൂറുള്ളവരായിട്ട് മാറി. സംഭാജിയുടെ മരണത്തിന് പ്രതികാരം തീർക്കണമെന്ന് അവരൊക്കെ ആഗ്രഹിച്ചു. അതിൻ്റെ ഭാഗമായി അവിടെ ഉണ്ടായിരുന്ന സകല സൈനികരും സകല കർഷകരും സാധാരണക്കാരായിട്ടുള്ള പുരുഷന്മാരും എല്ലാം ഒന്നിച്ച് യുദ്ധം ചെയ്യാനായിട്ട് തീരുമാനിച്ചു. പക്ഷേ അവരെല്ലാം ഒന്നു ചേർന്നാലും മുഗൾ സാമ്രാജ്യത്തിൻ്റെ സൈന്യത്തിൻ്റെ അത്രയും വരില്ല. മുഗൾ സാമ്രാജ്യത്തിലെ സൈനികർ വളരെ വിദഗ്ധമായിട്ടുള്ള പരിശീലനങ്ങൾ നേടിയിട്ടുള്ളവരാണ്. അവരുടെ പക്കൽ ആധുനികമായിട്ടുള്ള ആയുധങ്ങളുണ്ട്, വലിയ ആനപ്പടകളുണ്ട്, കൊമ്പ് കോർക്കാൻ ഒരിക്കലും സാധിക്കില്ല. അതുകൊണ്ടാണ് അവർ ഗൊറില്ല യുദ്ധം അല്ലെങ്കിൽ ഒളിപ്പോർ യുദ്ധം ആരംഭിക്കുന്നത്. സംഭാജിയുടെ മരണശേഷം മറാത്ത സാമ്രാജ്യത്തിൻ്റെ അടുത്ത ചക്രവർത്തിയായിട്ട് മാറുന്നത് സംഭാജിയുടെ അനിയനായ രാജാറാമാണ്. പക്ഷേ രാജാറാം അത്ര ധീരനായിട്ടുള്ളൊരു വ്യക്തിയൊന്നുമല്ല. രാജാറാമിന് ഔറംഗസേബിനോട് വലിയ ഭയമാണ്. അതുകൊണ്ട് തന്നെ അധികാരം കിട്ടി ഒട്ടും വൈകാതെ അദ്ദേഹം മറാത്ത സാമ്രാജ്യത്തിൽ നിന്നും നേരെ ജിഞ്ചി എന്ന് പറയുന്ന ഒരു മേഖലയിലേക്ക് പോയി. ജിഞ്ചി ഇന്നത്തെ തമിഴ്നാടിൻ്റെ ഭാഗമാണ്. പിന്നീട് ഔറംഗസേബ് അദ്ദേഹത്തിൻ്റെ വലിയ സേനയെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ഒരു സേന ഗൊറില്ല പോരാളികളെ വകവരുത്താൻ വേണ്ടിയും മറ്റൊരു സേന ജിഞ്ചി കീഴടക്കാൻ വേണ്ടിയും ശ്രമിച്ചു. ജിഞ്ചിക്ക് നല്ലൊരു കോട്ടയുണ്ട്, അതുകൊണ്ട് തന്നെ അത്ര എളുപ്പം ആ കോട്ട കീഴടക്കാനൊന്നും സാധിക്കില്ല. 1690 മുതൽ 1698 വരെ നീണ്ടുനിന്ന ശക്തമായിട്ടുള്ള യുദ്ധമാണ് ജിഞ്ചിയിൽ അരങ്ങേറിയത്. 1698 ആ കോട്ട വീണു. പക്ഷേ അപ്പോഴും രാജാറാമിനെ കീഴടക്കാൻ അവർക്ക് സാധിച്ചില്ല. രാജാറാം അതിന് തൊട്ട് മുൻപ് തന്നെ അവിടെ നിന്നും മഹാരാഷ്ട്രയിലേക്ക് പലായനം ചെയ്തിരുന്നു. ഇത് ഔറംഗസേബിന് വലിയ നാണക്കേടായിരുന്നു. കൂടാതെ 8 വർഷം വെറുതെ വേസ്റ്റ് ചെയ്ത് കളഞ്ഞു. അതുകൊണ്ട് ഒരു നേട്ടവും ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചില്ല. രാജാറാമിനെ പിടികൂടുക, കൊല്ലുക എന്നത് മാത്രമായിരുന്നു ഉദ്ദേശ ലക്ഷ്യം. രാജാറാം ഇപ്പോൾ സുരക്ഷിതനായിട്ട് മറാത്ത സാമ്രാജ്യത്തിൽ തന്നെ ഉണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ഒരുപാട് സൈനികരെ നഷ്ടപ്പെട്ടു, സമയം നഷ്ടപ്പെട്ടു, ഒരുപാട് പണവും നഷ്ടപ്പെട്ടു. പക്ഷേ ഒട്ടും വൈകാതെ തന്നെ ഔറംഗസേബിന് മതിമറന്ന് സന്തോഷിക്കാനും സാധിച്ചു. വെറും 2 വർഷം കഴിഞ്ഞ് 1700 മറാത്ത സാമ്രാജ്യത്തിൻ്റെ ഉള്ളിൽ വെച്ച് തന്നെ രാജാറാം മരണമടഞ്ഞു. ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗത്തെ തുടർന്നാണ് അദ്ദേഹം മരിക്കുന്നത്. ഔറംഗസേബ് നന്നായിട്ട് സന്തോഷിച്ചു. പക്ഷേ അത് ശരിക്കും സന്തോഷിക്കേണ്ട ഒരു സമയമായിരുന്നില്ല. ഔറംഗസേബ് സന്തോഷിക്കാനുള്ളൊരു കാരണം രാജാറാം ഇല്ലാതെ ആയതോടുകൂടി മറാത്ത സാമ്രാജ്യത്തിൽ ഇപ്പോൾ ആൺതരിയില്ല, രാജവംശത്തിൽ ആൺതരി ഇല്ലാതെയായി. അതുകൊണ്ട് തനിക്കൊന്നും പേടിക്കേണ്ട എന്നാണ് കരുതിയത്. പക്ഷേ രാജാറാമിന് ഭാര്യ ഉണ്ടായിരുന്നു, താരാഭായി. താരാഭായിയാണ് പിന്നീട് ഔറംഗസേബിനെ വകവരുത്തുന്നത്. താരാഭായി വളരെ ധീരയായിട്ടുള്ള, വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. രാജാറാം ഭയന്നു പോയെങ്കിൽ ഇവർ നേരെ വിപരീതമായി ഔറംഗസേബിനെ കടന്നാക്രമിക്കുകയാണ് ചെയ്തത്. ഇത്രയും നാളുകളായിട്ട് ഔറംഗസേബിനെ ഡിഫെൻഡ് ചെയ്യുക മാത്രമായിരുന്നു മറാത്ത സാമ്രാജ്യം ചെയ്തിരുന്നതെങ്കിൽ താരാഭായി നേരെ ഔറംഗസേബിൻ്റെ പ്രദേശത്തേക്ക് കയറി ആക്രമിക്കുകയാണ് ഉണ്ടായത്. മുഗൾ സാമ്രാജ്യവുമായി അതിർത്തി പങ്കിടുന്ന നർമ്മദ നദി താണ്ടി സൈനികർ മാൽവയിലേക്കും ഗുജറാത്തിലേക്കും പോയി. മാൽവയും ഗുജറാത്തും പിടിച്ചടക്കാൻ അവർക്ക് സാധിച്ചു. ഔറംഗസേബിന് കടുത്ത നാശനഷ്ടമാണ് ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ പക്കൽ ഒരു വലിയ സേനയുണ്ട്. പക്ഷേ അത്രയും വലിയ സേനയെ അദ്ദേഹത്തിന് ശരിക്കും മാനേജ് ചെയ്യാൻ പോലും സാധിക്കാത്തൊരവസ്ഥ. വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് വേട്ടക്കാരൻ ഇരയായി, ഇര വേട്ടക്കാരനായി. 1700-നും 1705-നും ഇടയിലുള്ള കാലഘട്ടത്തിൽ ഇതേ പ്രദേശം സഞ്ചരിച്ചിരുന്ന ഒരു ഇറ്റാലിയൻ സഞ്ചാരിയുണ്ട്, നിക്കോലാവ മൊനൂച്ചി. അദ്ദേഹം നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ ഒരു കാര്യം വളരെ വ്യക്തമായി ട്രാവലോഗിൽ എഴുതി വച്ചിട്ടുണ്ട്. ഔറംഗസേബ് ഇരുമ്പ് അല്ലെങ്കിൽ വാൾ ഉപയോഗിച്ചിട്ടല്ല കോട്ടകൾ ആ കാലഘട്ടത്തിൽ കീഴടക്കിയത്, മറിച്ച് സ്വർണം ഉപയോഗിച്ചിട്ടാണ്. പൻഹാല, സത്താര കോട്ടകളിൽ നടന്നിട്ടുള്ള ആക്രമണങ്ങൾ അത് ശരിവെക്കുന്നതാണ്. മാസങ്ങളോളം നീണ്ടുനിന്ന യുദ്ധമായിരിക്കും ആ കോട്ടകളുടെ കവാടത്തിൽ നടക്കുന്നത്. പീരങ്കി ഉണ്ടകളൊക്കെ ഉപയോഗിച്ചിട്ട് ആക്രമിച്ച് കോട്ട പൂർണ്ണമായിട്ടും നശിപ്പിക്കാനായിട്ട് ഔറംഗസേബ് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഈ പീരങ്കി ഉണ്ടകളൊന്നും പ്രവർത്തിക്കുന്നില്ല. കൈക്കൂലിയായി മറാത്ത സാമ്രാജ്യത്തിലെ സൈനികർക്ക് കൊടുത്തിട്ട് കോട്ട കീഴടക്കിയായിരുന്നു. കോട്ട കീഴടക്കിയതിന് ശേഷം അടുത്ത കോട്ട കീഴടക്കാനായി ഔറംഗസേബ് പിന്നെയും യാത്ര തുടർന്നു. കീഴടക്കിയ കോട്ടയിൽ വളരെ കുറച്ച് സൈനികരെ മാത്രമാണ് അദ്ദേഹം നിർത്തുന്നത്. ഔറംഗസേബ് അവിടുന്ന് പോകേണ്ട താമസം. തൊട്ടു പിന്നാലെ ഇതേ കൈക്കൂലി മേടിച്ചിട്ടുള്ള സൈനികർ തന്നെ അവിടെ ഉണ്ടായിരുന്ന മുഗൾ പട്ടാളക്കാരെ വകവരുത്തി ആ കോട്ട പിടിച്ചെടുത്തു. അപ്പോൾ നാശനഷ്ടം പൂർണ്ണമായിട്ടും ഔറംഗസേബിനാണ്. ഔറംഗസേബിന് അദ്ദേഹത്തിൻ്റെ പക്കലുണ്ടായിരുന്ന
സ്വർണ്ണ നാണയങ്ങൾ നഷ്ടപ്പെട്ടു. അതിനു പുറമെ വിലയേറിയ അദ്ദേഹത്തിൻ്റെ സൈനികരെയും നഷ്ടപ്പെട്ടു. ഇതൊരൊറ്റ തവണയല്ല, 1700-നും 1705-നും ഇടയിൽ അനേകം തവണ ആവർത്തിച്ചിട്ടുണ്ട്. മുഗൾ സാമ്രാജ്യത്തിൻ്റെ ഉത്തര മേഖലയിലും കാര്യങ്ങൾ നല്ല രീതിയിലൊന്നുമല്ല പോയത്. അവിടെ വലിയ കലാപങ്ങൾ നടത്തുകയാണ്. സിഖുകാർക്ക് മുഗൾ സാമ്രാജ്യത്തോട് വലിയ ദേഷ്യമുള്ള കാര്യം ഞാൻ പറഞ്ഞു. സിഖുകാർ വലിയ കലാപം നടത്തുന്നുണ്ട്, ജാട്ടുകൾ കലാപങ്ങൾ നടത്തുന്നുണ്ട്. അതിനു പുറമെ ബുണ്ടേലാസിൻ്റെ ഭാഗത്തു നിന്നും കലാപങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആ കലാപങ്ങളൊക്കെ അടിച്ചമർത്താൻ അവിടെ ചക്രവർത്തിയില്ല. ചക്രവർത്തി ഇങ്ങ് ഡെക്കാൻ മേഖലയിലാണല്ലോ. അവിടെ നിന്ന് ഒരുപാട് ദൂരം മാറിയാണ് ഉത്തര മേഖല സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു കാലഘട്ടമായപ്പോഴേക്കും മുഗൾ സാമ്രാജ്യം സാമ്പത്തികമായി തകർന്നടിഞ്ഞു. അവർക്ക് ഒരു വലിയ സൈനിക ശക്തിയുണ്ട്, പക്ഷേ കഴിഞ്ഞ 3 വർഷമായി അവർക്ക് ശമ്പളമൊന്നും കൊടുക്കാൻ കഴിയുന്നില്ല. എന്തിനേറെ പറയണം, അവരുടെ ആനപ്പടയ്ക്കും അതുപോലെ കുതിരപ്പടയ്ക്കും ആവശ്യമായിട്ടുള്ള ഭക്ഷണം കൊടുക്കാൻ സാധിക്കാതെ ആ ആനകളും കുതിരകളുമൊക്കെ പട്ടിണി കിടന്ന് മരിച്ചു. 1706 ആയപ്പോൾ 88 വയസ്സുകാരനായ ഔറംഗസേബിന് ഒരു കാര്യം ബോധ്യമായി. താൻ എപ്പോൾ വേണമെങ്കിലും പരാജയപ്പെടാം. ഈ ഭൂമിയോട് തന്നെ താൻ വിട പറയാൻ പോകുന്ന നിമിഷങ്ങളാണ്. അങ്ങനെ അദ്ദേഹം പരാജയം സമ്മതിച്ച് മറാത്ത സാമ്രാജ്യത്തിൽ വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന യുദ്ധങ്ങൾ അവസാനിപ്പിച്ച് നേരെ അദ്ദേഹത്തിൻ്റെ മുഗൾ സാമ്രാജ്യത്തിലേക്ക് മടങ്ങിപ്പോയി. ആദ്യം അഹമ്മദ് നഗറിലേക്കാണ് പോകുന്നത്. അവിടെ നിന്ന് പിന്നീട് ആഗ്രയിലേക്ക് മടങ്ങിപ്പോകണം. അഹമ്മദ് നഗറിലേക്കുള്ള ആ വലിയ യാത്രക്കിടയിൽ അദ്ദേഹത്തിന് ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചു. വലിയ സേനയാണല്ലോ. ആ സേനയുടെ പിൻഭാഗത്തായിട്ട് മാർച്ച് ചെയ്തു പോകുന്ന ഒരുപാട് സൈനികരെ പിന്നിൽ നിന്നും മറാത്തകൾ കൊന്നുകളഞ്ഞു. ഒപ്പം അവരുടെ പല സ്വത്തുക്കളും അപഹരിക്കുകയും ചെയ്തു. ഒടുവിൽ 1707 ആ സൈനികർ അഹമ്മദ് നഗറിൽ എത്തിച്ചേർന്നു. അതേ വർഷം തന്നെ മാർച്ച് മാസം 3-ാം തീയതി ഔറംഗസേബ് ഈ ലോകത്തോട് തന്നെ വിട പറഞ്ഞു. കാരണം അദ്ദേഹത്തിന് അപ്പോഴേക്കും നല്ല പ്രായമുണ്ടായിരുന്നു. ഈ കാലഘട്ടത്തിൽ തന്നെ 88 വയസ്സെന്ന് പറയുന്നത് ഒരു വലിയ പ്രായമാണ്. അപ്പോഴാണ് ഒരു രീതിയിലുള്ള ചികിത്സാ സൗകര്യങ്ങളും ഇല്ലാതിരുന്ന വർഷങ്ങൾക്ക് മുമ്പുള്ള പ്രാചീന കാലഘട്ടം. ആ കാലഘട്ടത്തിലും 88-ാം വയസ്സിലും അദ്ദേഹം യുദ്ധത്തിൽ ഏർപ്പെടുമായിരുന്നു. ഒരു ധീരനായ പോരാളിയായിരുന്നു. 88-ാമത്തെ വയസ്സിൽ ലോകത്തോട് വിട പറയുമ്പോൾ അദ്ദേഹത്തിന് അടക്കാനാവാത്ത കുറ്റബോധമുണ്ട്. ആ കുറ്റബോധം കാരണം അദ്ദേഹത്തിൻ്റെ പുത്രന്മാർക്ക് കത്തുകൾ അയച്ചു. ആ കത്തുകളിൽ എഴുതിയ വാചകങ്ങൾ ഇങ്ങനെയാണ്: ഞാൻ ഏകനായി വന്നു, ഇപ്പോൾ അപരിചിതനായി മടങ്ങുന്നു. ഞാൻ ആരാണെന്നോ ഇത്രനാൾ ഞാൻ എന്താണ് ചെയ്തുകൊണ്ടിരുന്നതെന്നോ എനിക്കറിയില്ല. ഞാൻ കൊടും പാപങ്ങൾ ചെയ്തു. എന്ത് ശിക്ഷയാണ് എന്നെ കാത്തിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. പശ്ചാത്താപത്തിൻ്റെ അങ്ങേ അറ്റത്ത് നിന്നുകൊണ്ടാണ് അദ്ദേഹം ഈ കത്തെഴുതിയത്. മരിക്കുന്നതിന് തൊട്ട് മുമ്പ് അദ്ദേഹം ചെയ്തു കൂട്ടിയ പാപങ്ങളൊക്കെ വലിയ പാപങ്ങളാണെന്ന് അദ്ദേഹത്തിന് സ്വയം ബോധ്യമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ശവകുടീരം വളരെ സിമ്പിളായിട്ടാണ് അടക്കം ചെയ്തത്. അത് അദ്ദേഹം അങ്ങനെ തന്നെയാണ് ആഗ്രഹിച്ചത്. ഒരു കാര്യം നമ്മൾ സമ്മതിച്ചേ മതിയാകൂ. അദ്ദേഹത്തിൻ്റെ പേഴ്സണലായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഖജനാവിൽ നിന്ന് ഒരു വെള്ളി നാണയവും ഉപയോഗിച്ചിട്ടില്ല. ഉപയോഗിച്ചത് മുഴുവനും രാജ്യത്തിനു വേണ്ടി മാത്രമാണ്. കൂടുതൽ പ്രദേശങ്ങൾ വെട്ടിപ്പിടിക്കാനായിട്ട് അദ്ദേഹം പണം ചെലവഴിച്ചിട്ടുണ്ടെന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ പേഴ്സണലി അദ്ദേഹം അത് ഒരു രീതിയിലും ദുരുപയോഗം ചെയ്തിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മരണശേഷവും അതങ്ങനെ തന്നെയാണ്. അദ്ദേഹം സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ട് വേണം തൻ്റെ ശവസംസ്കാരം നടത്തേണ്ടതെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. അതിനുവേണ്ടി അദ്ദേഹം സ്വയം തുന്നിയുണ്ടാക്കിയ തൊപ്പികൾ വിറ്റ് കിട്ടിയ ആ കാലഘട്ടത്തിലെ 14 ദിർഹമാണ് ശവസംസ്കാര ചടങ്ങിനു വേണ്ടി ഉപയോഗിച്ചത്. ഔറംഗസേബ് അതിക്രൂരനായിട്ടുള്ള ഒരു ഭരണാധികാരിയായിരുന്നു എന്നതിൽ ഒരു തർക്കവും വേണ്ട. അങ്ങേയറ്റത്തെ മതവർഗീയവാദി കൂടിയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതം ഒന്ന് ചികഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ഇത് മാത്രമല്ല ഔറംഗസേബ് എന്ന് ബോധ്യമാകും. ഒരു ഭരണാധികാരിക്ക് വേണ്ട ചില ഫീച്ചറുകളൊക്കെ ഔറംഗസേബിനുണ്ടായിരുന്നു. അതിൽ ചിലതൊക്കെ അല്പം നന്മയുടെ ഭാഗത്ത് തന്നെ ആയിരുന്നു. എന്നാൽ ബഹുഭൂരിപക്ഷവും തിന്മയാണ്. എന്തായാലും ഈ തിന്മകളെ ഓർത്ത് അദ്ദേഹം നല്ല രീതിയിൽ വിഷമിച്ചിരുന്നു. അവസാനത്തെ നാളുകളിലൊക്കെ ചെയ്തു കൂട്ടിയ പാപങ്ങൾ വലിയ പാപങ്ങളായിരുന്നു എന്നുള്ള ബോധ്യം ഔറംഗസേബിനുണ്ടായിരുന്നു. അതിലൊരു സംശയവും വേണ്ട. ഔറംഗസേബോടുകൂടി മുഗൾ സാമ്രാജ്യം ഇല്ലാതെയാകുന്നില്ല. പിന്നെയും അവർ ഒരുപാട് വർഷം ഇന്ത്യ അടക്കി ഭരിച്ചു. പിന്നെ എങ്ങനെയാണ് ആ മുഗൾ സാമ്രാജ്യം ഇല്ലാതെയായത്? എങ്ങനെയാണ് പിന്നീട് ബ്രിട്ടീഷുകാർക്ക് ഈ പ്രദേശം ഭരിക്കാൻ സാധിച്ചത്? കാത്തിരിക്കുക അടുത്ത എപ്പിസോഡിനായി. നിങ്ങൾക്ക് ഞാനൊരു 25 മെമ്മറി ട്രിക്കുകൾ പറഞ്ഞു തരാം. ഈ മെമ്മറി ട്രിക്കുകൾ ഉപയോഗിച്ച് എത്ര കടുകട്ടിയായിട്ടുള്ള വിഷയങ്ങളും വളരെ ഈസി ആയിട്ട് പഠിക്കാനും അത് ദീർഘനാളത്തേക്ക് നിങ്ങളുടെ ഓർമ്മശക്തിയിൽ സൂക്ഷിക്കാനും സാധിക്കുന്നതാണ്.
ഈ 25 മെമ്മറി ട്രിക്കുകൾ ഒരു കോഴ്സിൻ്റെ രൂപത്തിൽ ബ്രൈറ്റ് കെയർലൈറ്റിൻ്റെ വെബ്സൈറ്റിലും അതുപോലെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനിലും ഇപ്പോൾ ലഭ്യമാണ്. 3000 രൂപയാണ് ഈ കോഴ്സിൻ്റെ ഫീ. എന്നാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്നത് പോലെ മെമ്മറി 20 എന്ന പ്രൊമോ കോഡ് ഉപയോഗിക്കുക. ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക.